അപ്പൊ നമ്മൾ ഇന്ന് ഓൾറെഡി ഇത് ഓഫ്ലൈനിൽ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളും കാര്യങ്ങളും തന്നെയാണ്. മോഡൽ ക്വസ്റ്റ്യനിൽ നമ്മൾ തന്ന ക്വസ്റ്റ്യൻസ് ഇന്ന് ഓൾറെഡി ഓഫ്ലൈനിൽ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷെ വരാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പൊ നോക്കുക, നമുക്ക് ഫസ്റ്റ് ചോദ്യം തന്നിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ ബിലോ ഇസ് നോട്ട് എ ടേം. അപ്പൊ ഒരു സീക്വൻസിന്റെ അരിത്മെറ്റിക് സീക്വൻസിന്റെ സമാന്തര ശ്രേണിന്റെ ശ്രേണി തന്നിട്ട് അത് പദമാണോ അല്ലെങ്കിൽ ടേം ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, ഇവിടുത്തെ ഫസ്റ്റ് ടേം എത്ര വരുന്നത്? ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 1 ആണ് വരുന്നത്. അപ്പൊ x1 അല്ലെങ്കിൽ എഫ് എന്ന് പറയുന്ന ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആണ്. കോമൺ ഡിഫറൻസ് ഇവിടെ നോക്കുകയാണെങ്കിൽ 7ൽ നിന്ന് 1 കുറച്ച് എത്ര കിട്ടും? 6 കിട്ടും. അപ്പൊ നമ്മൾ ടേം ആണോ നോക്കാൻ ഏറ്റവും എളുപ്പമുള്ള പണിയാണ് നമ്മൾ തന്നിരിക്കുന്ന ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കുക, എന്നിട്ട് കോമൺ ഡിഫറൻസ് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇപ്പൊ എനിക്ക് ഇവിടെ 61നെ സംബന്ധിച്ചിട്ട് പറ്റും. 61ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 60 കിട്ടും, എനിക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ 91ൽ നിന്ന് 1 കുറച്ചാൽ എനിക്ക് 90 കിട്ടും, 6 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 121ൽ നിന്ന് 1 കുറച്ചാൽ 120 കിട്ടും, അതിന് എനിക്ക് 6 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ചെയ്യാൻ പറ്റാത്തത് ഏതാണ്? 81. 81നെ 1 കുറച്ചാൽ 80 ആണ്. 86നെ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിൽ ടേം അല്ലാത്ത ഏതാ വരുന്നത്? 81 ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമാണ്. അതില് ഓപ്ഷൻസ് ഇത് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ അതോ റീസൺ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇഫ് എ ഫിഫ്ത്ത് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 8. നമുക്ക് തന്നിരിക്കുന്ന 5ാം പദം എത്രയാ തന്നിട്ടുണ്ട്? 5ാം പദം ഫിഫ്ത്ത് ടേം എത്രയാ തന്നിട്ടുണ്ട്? 8 ആണ് തന്നിട്ടുണ്ട്. സം ഓഫ് തേർഡ് ടേം ആൻഡ് സെവൻത്ത് ടേം ഈസ് 16. മൂന്നാമത്തെ ടേമിനും അതേപോലെ തന്നെ 7ാമത്തെ ടേമിനും നമുക്ക് ഓൾറെഡി അറിയാം. ഇപ്പൊ എക്സ് ഇപ്പൊ തന്നിരിക്കുന്ന x5 5ാം പദം എന്ന് പറഞ്ഞാൽ 8 എന്ന് തന്നിട്ടുണ്ട്. ഇനി സം ഏതിന്റെയൊക്കെ എടുത്തിട്ടുള്ള തേർഡ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫസ്റ്റ് ടേം f+2d ആണ് എന്ത് വരുന്നത്? തേർഡ് ടേം. അതും ഇതിന്റെ ഒപ്പം തേർഡ് ടേമിന്റെ ഒപ്പം നമ്മൾ സെവൻത്ത് ടേം ആഡ് ചെയ്യുന്ന സമയത്ത് സെവൻത്ത് ടേം എന്ന് പറഞ്ഞാൽ f+ എന്താ വരുന്നത്? 60 ആ വരുന്നത്. ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2f+8d എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 × f+4d ആണ് വരുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും 5ാമത്തെ ടേം എത്രയാണോ, 5ാമത്തെ ടേം ഇവിടെ 8 ആണ് കിട്ടിയിട്ടുള്ളത്. ഈ 5ാമത്തെ ടേമിന്റെ ഇരട്ടി ആയിരിക്കും നമ്മൾ ഈ എടുത്തിരിക്കുന്ന തേർഡും അതേപോലെ തന്നെ സെവൻത്ത് ടേമും കൂടെ കൂട്ടിയാൽ. അതാണ് നമ്മളോട് ഫസ്റ്റ് ഇതിൽ ചോദിച്ചത്. ഈ ഫിഫ്ത്ത് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 8, ദെൻ സം ഓഫ് തേർഡ് ആൻഡ് സെവൻത്ത് ടേം ഈസ് 16. നമ്മളിതാ നോക്കി, തേർഡും സെവൻത്തും കൂടെ സം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2f+8d എന്ന് കിട്ടും. അത് 2 × f+4d ആണ്. f+4d എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം 5ാമത്തെ ടേം ആണ് f+4d എന്ന് പറഞ്ഞാൽ. അപ്പൊ 5ാമത്തെ ടേം 8 ആണെങ്കിൽ അതിന്റെ ഇരട്ടി ആയിരിക്കും എന്ത് ചെയ്യുക? തേർഡും അതേപോലെ തന്നെ ഇതും കൂട്ടിക്കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് എത്ര തന്നെ കിട്ടും? 16. അപ്പൊ ഇവിടെ നോക്കുക, സ്റ്റേറ്റ്മെന്റ് 1 നമുക്ക് എന്തായിട്ടാണ് കിട്ടിയിട്ടുള്ളത്? ട്രൂ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി സ്റ്റേറ്റ്മെന്റ് 2 ചോദിച്ചിട്ടുള്ളത് ദ സം ഓഫ് 2 നമ്പേഴ്സ് ഗോട്ട് ബൈ ആഡിങ് ആൻഡ് സബ്സ്ട്രാക്ടിങ് ദ സെയിം നമ്പർ ഫ്രം എ നമ്പർ ഈസ് ട്വൈസ് ദ നമ്പർ. ഇപ്പൊ നമ്പറിനെ ഞാൻ x ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു നമ്പർ ആഡ് ചെയ്തു, ഒരു ഫിക്സഡ് നമ്പർ ഞാൻ ആഡ് ചെയ്തു. അപ്പൊ ആഡ് ചെയ്താൽ എനിക്ക് കിട്ടുന്ന എന്തായിരിക്കും? x+y. ഇനി കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? x-y. ഈ രണ്ടെണ്ണവും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എന്തായിരിക്കും? നമ്മൾ ആദ്യം എടുത്ത ടേമിന്റെ ഇരട്ടിയായിരിക്കും. നമ്മൾ ശരിയാണ്, x-y + x+y നമ്മൾ ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2x - y + y എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇതും ക്യാൻസൽ ചെയ്തിട്ട് എന്താ കിട്ടുക? 2x. അത് ഇനീഷ്യലി എടുത്ത നമ്പറിന്റെ എത്രയായിരിക്കും? ഇരട്ടിയായിരിക്കും. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും എന്താണ്? ശരിയാണ്. ഇനി അപ്പൊ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എയും ട്രൂ ആണ്, ബി ഫാൾസ് ആണ്. രണ്ടാമത് എ ഫാൾസ് ആണ്, ബി ട്രൂ ആണ്. ഇവിടെ നോക്കുമ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരി. അപ്പൊ നോക്കുക, ബോത്ത് ആർ ട്രൂ, രണ്ടും ട്രൂ ആണ്. രണ്ട് ഓപ്ഷൻ 3ലും 4ലും പറയുന്നത് എന്ത് തന്നെയാ? ബോത്ത് ട്രൂ. പിന്നെ ഇവിടെ നോക്കുക, ബി ഈസ് എ റീസൺ ഓഫ് എ. ബി എന്ന് പറയുന്നത് എന്റെ റീസൺ ആണെന്നാണ്. ബിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഫിക്സഡ് നമ്പർ അല്ലെങ്കിൽ നമ്മളൊരു നമ്പർ എടുത്തിട്ട് അതിലേക്ക് ഞാൻ എന്ത് ആഡ് ചെയ്തു എന്നാ പറഞ്ഞത്? ഒരു കോമൺ ആയിട്ടുള്ള നമ്പർ ആഡ് ചെയ്തു, കോമൺ ആയിട്ടുള്ള നമ്പർ സബ്സ്ട്രാക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആദ്യം എടുത്ത നമ്പറിന്റെ ഇരട്ടി ആയിരിക്കും എന്നാണ് നമുക്ക് ഏതിൽ പറഞ്ഞിട്ടുള്ള? ബി സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ. ബി സ്റ്റേറ്റ്മെന്റ് നമുക്ക് എയിലേക്ക് റീസൺ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നോക്കുക, ബി സ്റ്റേറ്റ്മെന്റ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന x5 5ാമത്തെ ടേം നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏതൊക്കെ ടേമിന്റെ ആയിരുന്നു പറഞ്ഞത്? x3യും അതേപോലെ തന്നെ x7 ആണ് നമ്മൾ ഇക്വേഷനിൽ നമ്മൾ എടുക്കുന്നത്.
കാരണം x5 എത്ര തന്നിട്ടുണ്ട്, 8 തന്നിട്ടുണ്ട്, x3 അതേപോലെ തന്നെ x7 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, 16 എന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കുക, x5 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ x5 നിന്ന് x3യിലേക്ക് എങ്ങനെ കിട്ടുന്നത്? അപ്പൊ x3 ഇതിലേക്ക് കിട്ടുന്ന എങ്ങനെ, 2 കോമൺ ഡിഫറൻസ് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ ഇപ്പുറത്തേക്ക് കിട്ടുന്നത്. ഇനി അതേപോലെ ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്, 2 കോമൺ ഡിഫറൻസ് കൂട്ടിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ഫിക്സഡ് നമ്പർ ഏതാണ്, x5. അപ്പൊ നോക്കുക, x5ൽ നിന്ന് 2 കോമൺ ഡിഫറൻസ് കുറച്ചപ്പോ എനിക്ക് എന്ത് കിട്ടി, x3 കിട്ടി. ഇനി x5നോട് 2 ഡിഫറൻസ് കോമൺ ഡിഫറൻസ് ഞാൻ ആഡ് ചെയ്തപ്പോ എനിക്ക് എന്ത് കിട്ടി, x7 കിട്ടി. അപ്പൊ ഇവിടെ നോക്കുക, ഒരു സംഖ്യയിലേക്ക് ഒരു ഫിക്സഡ് നമ്പർ നമ്മൾ കുറച്ചും കൂട്ടിയും ചെയ്തു, എന്നിട്ട് ആ കിട്ടിയ സംഖ്യകൾ കൂട്ടിയപ്പോൾ അതല്ലേ നമ്മൾ ചെയ്തത്, x3യും x7 7ാം പദവും അല്ലെങ്കിൽ 3ാം പദവും 7ാം പദവും കൂട്ടിയപ്പോ എന്താ കിട്ടിയേ, ഈ നമ്മൾ ആദ്യം എടുത്ത സംഖ്യേന്റെ ഇരട്ടി, ആദ്യത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ x5, അത് എത്രയായിരുന്നു, 8 ആണ് നമുക്ക് ചോദിച്ചത്, അതിന്റെ ഇരട്ടി തന്നെയല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നോക്കുമ്പോ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് രണ്ടും ശരിയാണ്. അതിന്റെ ഒപ്പം പറഞ്ഞിട്ട് എന്താണ്, ബി ഈസ് ദ റീസൺ ഫോർ എ, ബി എന്താണ് എന്റെ റീസൺ ആയിട്ട് നമുക്ക് പറയാം. കാരണം ബിയിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്, ഒരു നമ്പറിലേക്ക് ഒരു ഫിക്സഡ് നമ്പർ കൂട്ടുകയും അതേപോലെ തന്നെ കുറയ്ക്കുകയും ചെയ്തു. ആ കിട്ടിയ 2 നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എടുത്ത സംഖ്യന്റെ ഇരട്ടി, അത് തന്നെയല്ലേ നമ്മൾ പേയിലും ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഓപ്ഷൻ വരിക ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 ആണ് എന്താ വരുന്നത്, ബോത്ത് ആർ ട്രൂ, ബി ഈസ് ദ റീസൺ ഫോർ എ ആണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യന് ഇവിടെ നോക്കുകയാണെങ്കിൽ the fourth term of an arithmetic sequence is 80 and the 7th term is 60. What is the 10th term? നമുക്ക് ഓൾറെഡി ഇപ്പൊ നമുക്ക് ഏതൊക്കെ തന്നിട്ടുള്ള 4th ടേം തന്നിട്ടുണ്ട്. 4th ടേമിൽ നിന്ന് ഇപ്പൊ നോക്കുക 7th ടേം മൈനസ് 4th ടേം, 7th ടേമിൽ നിന്ന് 4th ടേം എങ്ങനെ പറഞ്ഞാല് x7ൽ നിന്ന് x4 കുറച്ചാൽ നമുക്ക് എന്താ കിട്ടുക, എത്ര കോമൺ ഡിഫറൻസ് ആണ്, 7ാമത്തെ ടേമിൽ നിന്ന് 4ാമത്തെ ടേം കുറയ്ക്കുന്നത്. അപ്പൊ നമുക്ക് 3 ടൈംസ് കോമൺ ഡിഫറൻസ് അല്ലേ കിട്ടുക, 3D അല്ലേ കിട്ടുക. അങ്ങനെയാണ് ഇവിടെ കുറച്ച് നോക്കുക. 7th ടേം എന്ന് പറയുന്നത് 60 ആണ്. അതേപോലെ തന്നെ 4th ടേം എന്ന് പറഞ്ഞാൽ നമുക്ക് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട് 80 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 40 മൈനസ് 80 ഈക്വൽ ടു 3D. അപ്പൊ എത്ര, മൈനസ് 20 ഈക്വൽ ടു 3D. ഇവിടെ ഡി കണ്ടുപിടിക്കേണ്ട, അപ്പൊ 3D ഈക്വൽ ടു മൈനസ് 20 തന്നെ വിചാരിക്കുക. അടുത്ത ഫസ്റ്റ് സബ് ക്വസ്റ്റ്യന്റെ 10th ടേം. 10th ടേം കണ്ടുപിടിക്കാൻ സുഖമല്ലേ, 7th ടേമിനോട് 3 വട്ടം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് എന്ത് കിട്ടും, 10th ടേം കിട്ടും. അപ്പൊ ഞാൻ എഴുതി x10 is equal to x7നോട് 3 വട്ടം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു. x7 എത്രയാണ് ഓൾറെഡി തന്നിട്ടുണ്ട്, 60 ആണ് തന്നിട്ടുണ്ട്. പ്ലസ് 3 വട്ടം കോമൺ ഡിഫറൻസ് 3D എത്രയാണ്, മൈനസ് 20. ഞാൻ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ എനിക്ക് എന്ത് കിട്ടി, 40 കിട്ടി. അപ്പൊ നമ്മൾ ആദ്യത്തെ ഉത്തരം എന്താണ് കിട്ടുക, 40 ആണ് കിട്ടുക. ഇനി രണ്ടാമത് വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേം ഇതേപോലെ കണ്ടുപിടിച്ചൂടെ, ഫസ്റ്റ് ടേം ഇതിൽ ഏതെടുത്താലും ഇപ്പൊ x7ൽ നിന്ന് അല്ലെങ്കിൽ x4 എടുക്കുക. x4ൽ നിന്ന് ഞാൻ എന്തോ എടുത്തു, 3 വട്ടം കോമൺ ഡിഫറൻസ് കുറച്ചു. ഏതെന്നാണ്, x4 എന്ന്. കാരണം ആദ്യത്തെ ടേമിനോട് 3 വട്ടം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ നമുക്ക് ഏതിലേക്ക് കിട്ടും, 4th ടേം കിട്ടും. 4th ടേമിൽ നിന്ന് 3 വട്ടം കോമൺ ഡിഫറൻസ് കുറച്ച് എനിക്ക് എന്ത് കിട്ടണം, x1 ഫസ്റ്റ് ടേം കിട്ടണം. അങ്ങനെയാണ് x4 എത്രയാണ് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. x4 എത്ര, 80. ഇനി മൈനസ് 3D എന്ന് പറഞ്ഞാൽ എത്ര, മൈനസ് 20. അപ്പൊ മൈനസും കൂടെ വരുമ്പോ എന്ത് കിട്ടും, പ്ലസ് എന്ന് വരും. അപ്പൊ 80 പ്ലസ് 20 ഈക്വൽ ടു x1. അപ്പൊ എത്രയാണ്, 100. അപ്പൊ ഫസ്റ്റ് ടേം ഇവിടെ എത്രയാണ് കിട്ടിയിട്ടുള്ളത്, 100 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് ഡി ഇവിടെ എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിപ്പോ ഡി ഇവിടെ വെച്ചിട്ട് ഡി ഈക്വൽ ടു മൈനസ് 20/3 ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പക്ഷെ ആവശ്യമില്ല, കാരണം 3D എന്ന് പറയുന്ന ഫാക്ടർ തന്നെയാണ് നമ്മൾ ഇവിടെ എല്ലാം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ ആൻ അരിത്മെറ്റിക് സീക്വൻസ്, ഇവിടെ സീക്വൻസ് തന്നിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് പേജിലാണ് ക്വസ്റ്റ്യൻ. അപ്പൊ സീക്വൻസ് 5, 8, 15, 22. സീക്വൻസ് എന്ന് പറയുന്നത് 8, 15, 22. അപ്പൊ നമുക്ക് സീക്വൻസ് എഴുതാം 8, 15, 22. 8, 15, 22 നമ്മൾ കൺഫേം ചെയ്യുകയാണെങ്കിൽ 8, 15, 22 ഇതാണ് നമ്മുടെ സീക്വൻസ്. 8, 15, 22 എന്ന് പറഞ്ഞാൽ ഈ സീക്വൻസ്. ക്യാൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 ടേംസ് ബി 56? ഏതെങ്കിലും ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് 56 ആവുക. ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ കോമൺ ഡിഫറൻസ് ഡി എത്രയാന്ന് വരിക, 15 മൈനസ് 8. 15 മൈനസ് 8 ചെയ്താൽ എത്രയാണ്, 7. എത്രയാണ് വരിക, 7 ആണ് കോമൺ ഡിഫറൻസ് വരിക.
നമുക്കറിയാം ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ്, ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് എടുത്ത് അത് എപ്പോഴും എന്തിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം? കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇവിടെ തന്ന 56 നമുക്ക് കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള, അപ്പൊ 56 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് 7 ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റും. 7 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 8 എന്ന് കിട്ടും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ എന്താണ് നമുക്ക് ക്യാൻ ദ ഡിഫറൻസ് എന്താണ്? യെസ്, പറ്റും. ഡിഫറൻസ് എത്ര വരാൻ ചാൻസ് ഉണ്ട്? 56 വരാൻ പറ്റും. അപ്പൊ എന്താ ചെയ്തിരിക്കുന്നത്? എത്രയാണോ ഡിഫറൻസ് നമ്മളോട് ചോദിച്ചാൽ അതിന് നമ്മൾ എന്ത് ചെയ്തു? കോമൺ ഡിഫറൻസ് വെച്ച് ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്തിട്ട് പറ്റുന്നില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഫ്രാക്ഷനോ പോയിന്റോ വരികയാണെങ്കിൽ പറ്റില്ല. ഇനി ഇവിടെ നമുക്ക് കറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് എന്താണ്? ഡിഫറൻസ് ആവാൻ പറ്റും. ഇനി അടുത്ത് ചോദിച്ചിരിക്കുന്നത് 302 is a term of the sequence if so what it is position. ഇത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇതിനു മുമ്പ് ഓൾറെഡി പാഠങ്ങൾ എടുത്തപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. ഒരു ടേം നമ്മൾക്ക് തന്ന അത് ടേം ആണോ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യുക? ആ തന്നിരിക്കുന്ന സംഖ്യ ഇവിടെ ഏതാണ്? 302 മൈനസ് ഫസ്റ്റ് ടേം എത്രയാണ്? 8 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് എത്രയാണ്? 7. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഫ്രാക്ഷനോ ഡെസിമലോ അല്ലെങ്കിൽ ടേം ആണ്. ഇനി ഇത് ടേം ആണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് എന്ത് കൊടുക്കുക? ഒരു +1 കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ടേമിന്റെ പൊസിഷനും കിട്ടും. എത്രയാണ്? എന്നിന്റെ പൊസിഷനും കിട്ടും. അപ്പൊ ഇവിടെ നോക്കുക, 302 മൈനസ് 8. 302 മൈനസ് 8 എന്ന് പറയുമ്പോൾ 294 ഡിവൈഡഡ് ബൈ 7 +1. 294 ഡിവൈഡഡ് ബൈ 7 എന്ന് പറയുമ്പോൾ 4 28 1 4 42. അപ്പൊ എത്ര കിട്ടും? 42 + 1 എത്രയാണ്? 43. അപ്പൊ എന്നിന്റെ വാല്യൂ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 43 ആണ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ടേം പറ്റുമോ? ടേം ആണ്. ഇനി അതിന്റെ പൊസിഷൻ എത്രയാണ് വരുന്നത്? 43 ആണ് അതിന്റെ പൊസിഷൻ വരുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവുക, എളുപ്പമുള്ള ചോദ്യമാണ്. ഇനി അടുത്തത് നോക്കുക. ദ സം ഓഫ് the sum of the first 5 terms of arithmetic sequence is 40. Sum of first 13 terms of arithmetic is 260. ഇങ്ങനെ ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ മിക്കവാറും ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. ഇപ്പൊ ഇവിടെ നോക്കണം, സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഇത് ഓഡ് നമ്പർ ആണ്, അല്ലെങ്കിൽ സം ഓഫ് ഫസ്റ്റ് 13 ടേംസ് അവിടെ എന്താണ്? ഓഡ് നമ്പർ ആണ്. ഇങ്ങനെ ഓഡ് നമ്പേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമ്മ് തന്ന എന്തായാലും അതിന്റെ മിഡിൽ ടേം ആയിരിക്കും നമ്മളോട് ചോദിക്കുക. ഇപ്പൊ 5 തന്ന മിഡിൽ ടേം ഏതാ വരുന്നത്? 3 ആണ്. അപ്പൊ ഇവിടെ നോക്കുക, ക്വസ്റ്റ്യനിൽ ഏതാ ചോദിച്ചിട്ടുണ്ടാവുക? 3 ആണ്. അടുത്ത 13 തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മിഡിൽ ടേം ഏതാണ്? 7 ആണ്. അത് തന്നെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ 5 ടേംസിന്റെ ഫസ്റ്റ് 5 ടേംസിന്റെ സമ്മ് എത്രയാണ്? 40 ആണെങ്കിൽ 40 ഡിവൈഡഡ് ബൈ 5 എത്രയാണോ? 5. അപ്പൊ അത് എത്ര വരും? 8 വരും. ഈ 8 ആണ് മിഡിൽ ടേം ആയിട്ടുള്ള തേർഡ് ടേം എന്ന് പറയുന്നത്. x3 എന്ന് പറയുന്നത് എന്തായിരിക്കും? 8 ആയിരിക്കും. അതേ ലോജിക്കൽ ഇനി 7th ടേം നോക്കി നോക്ക്. 7th ടേം ഇവിടെ ടോട്ടൽ 13 ടേമിന്റെ സമ്മ് 260 ആണ്. അപ്പൊ എന്ത് വരും? 260 ഡിവൈഡഡ് ബൈ 13. ഇത് ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും? 20 കിട്ടും. അപ്പൊ 20 ആണ് ഇതിന്റെ മിഡിൽ ടേം ആയിട്ടുള്ള 7. ഏതാണ്? x7. അപ്പോ ഏതാണ് ഓഡ് നമ്പേഴ്സ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക? 5 അല്ലെങ്കിൽ 13. ഇനി ഇതേപോലെ ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ് 15 ആണെങ്കിൽ മിഡിൽ ടേം ആയിട്ടുള്ള 8 ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പൊ അത് അങ്ങനെ പൊതുവെ മിഡിൽ ടേം വെച്ചിട്ടാണ് ചോദിക്കുക. അടുത്ത റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി സീക്വൻസ്. നമുക്ക് ഓൾറെഡി x3 തന്നിട്ടുണ്ട്. x3 എന്ന് പറഞ്ഞാൽ തേർഡ് ടേം എത്രയാന്ന് തന്നിട്ടുണ്ട്? 8 തന്നിട്ടുണ്ട്. 7th ടേം എത്രയാന്ന് തന്നിട്ടുണ്ട്? 20 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് d ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ തേർഡ് ടേം ആയിട്ടുള്ള 8ഉം മറ്റേ 20. അപ്പൊ 20 മൈനസ് 8 ഡിവൈഡഡ് ബൈ 7 മൈനസ് 3. 20 മൈനസ് 8 ചെയ്താൽ എത്ര കിട്ടും? 12 കിട്ടും. ബൈ 7 മൈനസ് 3 4 കിട്ടും. അപ്പൊ എത്ര കിട്ടും? 3 കിട്ടും. കോമൺ ഡിഫറൻസ് എത്രയെന്ന് കിട്ടി? 3 കിട്ടി. തേർഡ് ടേമിൽ നിന്ന് 2 വട്ടം കോമൺ ഡിഫറൻസ് കുറയ്ക്കുക. അപ്പൊ ഫസ്റ്റ് ടേം കിട്ടും. തേർഡ് ടേം 8 ആണ്. 8ൽ നിന്ന് 2 വട്ടം കോമൺ ഡിഫറൻസ് 3ന്റെ 2 ഇരട്ടി 6. 6 കുറച്ച് എന്ത് കിട്ടും? 2 കിട്ടും. അപ്പൊ ഫസ്റ്റ് ടേം 2. ഇനി 3 കൂട്ടിയാൽ അടുത്തത് 5, അടുത്തത് 8. അപ്പൊ ഫസ്റ്റ് 3 ടേംസ് ഏതാണ് വരുന്നത്? 2 5 8. എളുപ്പമാണ്. ഇനി അടുത്ത ചോദ്യം നോക്കുക. ദ സം ഓഫ് ഫസ്റ്റ് 8 ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 240. ഇവിടെ നമുക്ക് ഈവൻ ആണ് തന്നിട്ടുള്ളത്. നേരത്തെ നമ്മൾ ഓഡ് തന്നപ്പോൾ നമുക്ക് ഡയറക്റ്റ് അത് നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ഓപ്ഷൻ ആയിട്ട്. ഇനി ഇവിടെ നോക്കുക, ഓഡാ തന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ബേസിക് കൺസെപ്റ്റ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇപ്പൊ ഞാൻ എടുക്കുകയാണ് ഫസ്റ്റ്. ഇപ്പൊ നമ്മൾ ഇത് ടേം പൊസിഷൻ ആണ് പറയുന്നത്. ഇപ്പൊ x1 x2 x3 x4 x5 x6 x7 x8. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്താ? n/2 × x1 + xn.
അപ്പൊ നമ്മൾ പെയർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ x1ഉം x8ഉം കൂടെ കൂട്ടിയ വാല്യൂവും x2ഉം x7 കൂട്ടിയ വാല്യൂവും x3ഉം x7 കൂട്ടിയ വാല്യൂ x4 x5ഉം ഈ ഇത്രയും പെയറുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. x1 പ്ലസ് x8 ഈക്വൽ ടു എന്തായിരിക്കും? x2 പ്ലസ് x7 ഈക്വൽ ടു എന്തായിരിക്കും? x3 പ്ലസ് x6 x4 പ്ലസ് x5. ഇതിങ്ങനെയായിരിക്കും വരിക. അപ്പൊ ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ടോട്ടൽ ഇവിടെ എത്ര പേരുണ്ട്? 1 2 3 4 പേരുണ്ട്. അപ്പൊ ടോട്ടൽ സം ആയിട്ടുള്ള ഇവിടെ എത്രയാണ് ടോട്ടൽ സം? 240 അല്ലേ? 240 എനിക്ക് എത്ര പേരായിട്ടാക്കാം? 4 പേരായിട്ടായിരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരിക? 240 ഡിവൈഡഡ് ബൈ 240 ഡിവൈഡഡ് ബൈ ഇവിടെ വരുന്ന സമയത്ത് ചെക്ക് ചെയ്യുക. 240 ഡിവൈഡഡ് ബൈ 4 പേര്. അപ്പൊ ഒരു പേര് എന്ന് പറഞ്ഞാൽ 60 ആണ്. എത്രയാണ്? 60 ആയിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ മനസ്സിലായി. ഫസ്റ്റ് ടേമും 8th ടേമും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 60 കിട്ടും. സെക്കൻഡും 7th കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 60 കിട്ടും. അതേപോലെ തന്നെ 4th 5th കൂടെ കൂട്ടിയാൽ എത്ര? 60 കിട്ടും. ഇനി നോക്കുക, ഫസ്റ്റ് ചോദ്യം കാൽക്കുലേറ്റ് ദ സം ഓഫ് 4th and 5th. 4th and 5th കൂട്ടി എത്രയാണ് നമ്മളിപ്പോ കണ്ടുപിടിച്ച? എത്രയാണ്? 60. അപ്പൊ 4th and 5th എത്ര കിട്ടുക? 60 കിട്ടും. ഇനി അടുത്ത the third term is 15. 6th term ചോദിച്ചില്ല. തേർഡ് ടേം 15 തന്നിട്ടുണ്ട്. ഏതാ വെച്ച്? 6th. തേർഡും അതേപോലെ തന്നെ 6th ടേമും പെയറാണ്. അത് രണ്ടും കൂടെ കൂട്ടി എത്ര കിട്ടണം? 60 കിട്ടണം. അപ്പൊ അത് 60 കിട്ടണമെങ്കിൽ ഒന്ന് എത്രയാണ് തന്നു? 15 വന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 60 മൈനസ് 15 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 6th ടേം കിട്ടും. അപ്പൊ 6th ടേം എത്രയാ വരിക? 60 മൈനസ് ഇത് എന്ന് പറയുമ്പോൾ 45 കിട്ടും. അപ്പൊ നമ്മളെ 6th ടേം എത്ര കിട്ടി? 45 കിട്ടി. മനസ്സിലായോ? ഇനി അടുത്തത് ഇവിടെ നോക്കേണ്ടത് റൈറ്റ് ദ 3 അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ദ സെയിം ഫസ്റ്റ് 8 ടേം സം ഓഫ് ഫസ്റ്റ് 8 ടേം 240. അപ്പൊ ഇതേ ലോജിക്കില് ഇപ്പൊ ഞാൻ പറഞ്ഞു പെയർ ചെയ്യുന്ന സമയത്ത് എത്രയാണ് സമ്മ് കിട്ടണ്ടേ? പെയർ ചെയ്യുന്ന സമയത്ത് സമ്മ് 60 കിട്ടിക്കഴിഞ്ഞാൽ എന്റെ ടോട്ടൽ സമ്മ് എത്രയായിരിക്കും? 240 ആയിരിക്കും. അപ്പൊ എനിക്ക് എളുപ്പത്തിൽ ചെയ്യാം. ഇതൊന്ന് നോക്കിയാൽ x4ഉം x5ഉം കൂടെ കൂട്ടി എനിക്ക് എത്ര കിട്ടണം? 60 കിട്ടണം. അങ്ങനത്തെ എത്ര അരിത്തമെറ്റിക് സീക്വൻസ്? 3 അരിത്തമെറ്റിക് സീക്വൻസ് എഴുതണം. അപ്പൊ ഞാനിപ്പോ ഒന്ന് എഴുതാം. ബാക്കി നിങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങൾക്കത് വേഗം മനസ്സിലാവും. അപ്പൊ 3 അരിത്തമെറ്റിക് സീക്വൻസ് എഴുതണം. x4ഉം x5ഉം ഞാൻ കൂട്ടി എനിക്ക് 50 കിട്ടിയാൽ മതി. അപ്പൊ എനിക്ക് വേണമെങ്കിൽ 60 കിട്ടണം. 60 കിട്ടണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ നമുക്കറിയാം 30 എടുത്ത് എഴുതിയ ഫുൾ അരിത്തമെറ്റിക് സീക്വൻസ് 30 എന്ന് പറഞ്ഞിട്ട് 8 വട്ടം 30 എഴുതണം. കോമൺ ഡിഫറൻസ് എത്ര? 0 ആണ്. അങ്ങനെ കൊടുക്കുക. പക്ഷെ നമ്മൾ 4th 5th 60 കിട്ടുന്ന വേറൊരു വാല്യൂ നോക്കുക. ഒന്ന് ഞാൻ 25 കൊടുത്തു, ഒന്ന് ഞാൻ എന്ത് കൊടുത്തു? 35 കൊടുത്തു. ഇത് രണ്ടും കൂടെ കൂട്ടി എത്ര കിട്ടും? 60 കിട്ടും. അപ്പൊ ഇത് 4th ടേം x4ഉം x5ഉം ഞാൻ ആദ്യം എഴുതി. ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്. കാരണം ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 60 വരുന്ന ഒരു 3 ഓപ്ഷൻ എഴുതുക. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിന്റെ ഡിഫറൻസ് എന്തായിരിക്കും? കോമൺ ഡിഫറൻസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ കോമൺ ഡിഫറൻസ് എത്ര? 10 വരുന്നത്. അപ്പൊ x3 എന്ന് പറഞ്ഞാൽ ഇതിന്ന് 10 കുറച്ച് 15. മനസ്സിലായോ? അപ്പൊ എളുപ്പമായി. ഇനി അടുത്ത x2 എന്ന് പറയുന്നത് x2 അല്ലെ x1. x2 എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് 10 ഓർക്കണം. എത്രയായി? 5 ഇതിൽ നിന്ന് വീണ്ടും 10 ഓർക്കണം. അപ്പൊ എന്തായി? -5 -5 പ്ലസ് 10 എന്ന് പറഞ്ഞാൽ +5 വരും. ഇനി x6 എന്ന് പറഞ്ഞാൽ ഇതിനോട് 10 കൂട്ടണം. എത്രയായി? 45. ഇതിനോട് 10 കൂട്ടിയാ വീണ്ടും 10 കൂട്ടിയാ 55. ഇനി വീണ്ടും 10 കൂട്ടിയാ x8 കൂട്ടി കഴിഞ്ഞാൽ 65. എത്രയാണ് വരിക? 65. അപ്പൊ നമ്മളിവിടെ എങ്ങനെയാണ് അതേ സമ്മുള്ള അരിത്തമെറ്റിക് സീക്വൻസ് നമ്മൾ കണ്ടുപിടിച്ചത്? നമുക്കറിയാം നടുവിലത്തെ ഇതിന്റെ സം അല്ലെങ്കിൽ x4ഉം 5ഉം കൂട്ടിയാലും x3യും 2ഉം അല്ലെങ്കിൽ ഇതിങ്ങനെ അല്ലെങ്കിൽ ലാസ്റ്റത്തെ ഇതൊക്കെ പെയർ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ സമ്മ് നമുക്ക് ഫിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഓൾറെഡി ഇപ്പൊ എത്രയാണ് നമ്മൾ ഇതിൽ എടുത്തിരുന്നത്? 240 എടുത്തു കഴിഞ്ഞാൽ 240 എടുക്കുക എന്ന് പറഞ്ഞാല് 1ഉം 8ഉം കൂട്ടുന്നതും 2ഉം 7ഉം കൂട്ടുന്നതും 3ഉം 6ഉം കൂട്ടുന്നതും 4ഉം 5ഉം കൂട്ടുന്ന എല്ലാം കൂടെ കൂട്ടിയാലല്ലേ ഈ പറഞ്ഞ 240 കിട്ടുക? 4 പേരാണ്. അപ്പൊ ഒരു പേരിന്റെ സമയത്താണ് ഡിവൈഡ് ബൈ 4 ഇത് 60 ആണ്. അപ്പൊ ഞാൻ ആദ്യം നടുവത്തെ പേരിന്റെ 60 വരുന്ന ഒരു വാല്യൂ ഞാൻ കണ്ടുപിടിച്ചു. എന്നിട്ട് ഇതിന്റെ കോമൺ ഡിഫറൻസ് ഞാൻ ഇവിടെ 10 ആണെന്ന് മനസ്സിലാക്കി. അപ്പൊ ഞാൻ ഇവിടെ 10 കൂട്ടി ഇങ്ങോട്ടേക്കായി ഇപ്പുറത്തേക്ക് എന്ത് ചെയ്യും? 10 കുറച്ച് ഇപ്പുറത്തേക്ക് എഴുതി. അപ്പൊ നമ്മളായിട്ട് സീക്വൻസ് കിട്ടി. ഇതേപോലെ തന്നെ 60 കിട്ടുന്ന ആദ്യം 2 പെയർ എഴുതുക. എന്നിട്ട് അതിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. മുന്നോട്ടേക്ക് കൂട്ടി എഴുതുക, ബാക്കോട്ടേക്ക് കുറച്ച് എഴുതുക. അതേപോലെ തന്നെ എളുപ്പത്തിൽ ചെയ്യുക. അപ്പോ നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്ത ചോദ്യം നോക്കുക. അടുത്തത് ദ ആൽജിബ്രിക് ഫോം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. നമുക്ക് ഒരു ആൽജിബ്രിക് ഫോം തന്നിട്ടുണ്ട്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്
7 മൈനസ് 5n. 7 മൈനസ് 5n എന്ന് പറഞ്ഞാൽ അവിടെ കോമൺ ഡിഫറൻസ് നമുക്ക് ഓൾറെഡി അറിയാം. an പ്ലസ് ബി എന്ന് പറഞ്ഞ ഫോർമാറ്റിലായിരിക്കും. എന്നിനോട് ചേർന്ന് നിൽക്കുന്ന എ ആണ് ഡി ആയിട്ട് വരിക കോമൺ ഡിഫറൻസ്. ഇവിടെ ഡി കോമൺ ഡിഫറൻസ് എത്രയാണ്? -5 ആണ്. അപ്പൊ നമുക്ക് 100th ടേമിൽ നിന്ന് ഇപ്പൊ ചോദിച്ചിരിക്കുന്ന ടു ഗെറ്റ് 101, 101ാമത്തെ പദം ഏതെന്ന് 100ാമത്തെ പദത്തിൽ നിന്ന് കിട്ടണമെങ്കിൽ 100ന്ന് 101ാമത്തെ പദം നമ്മൾ സാധാരണ എന്ത് ചെയ്യുക? കോമൺ ഡിഫറൻസ് എന്റെ ഒപ്പം കൂട്ടും. കോമൺ ഡിഫറൻസ് ഇവിടെ എത്രയാണ്? -5. അപ്പൊ എന്താ ചെയ്യേണ്ടത്? സബ്സ്ട്രാക്ട് 5. കാരണം എന്ത് ചെയ്യണം? സബ്സ്ട്രാക്ട് 5 ആണ്. കോമൺ ഡിഫറൻസ് തന്നെ -5. അപ്പൊ നമ്മൾ അടുത്ത് കിട്ടാൻ എന്ത് ചെയ്യണം? സബ്സ്ട്രാക്ട് 5 ചെയ്യണം. ഇനി അടുത്തത് the position at which the graph of the polynomial x square minus 6x plus 9 meets the horizontal line. നിങ്ങൾക്കറിയാം വെർട്ടിക്കൽ ലൈൻ ഉണ്ട്, ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട്. അപ്പൊ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ y ഏതാണ്? x ആക്സിസ്. വെർട്ടിക്കൽ ലൈൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? y ആക്സിസ്. അപ്പൊ ഹൊറിസോണ്ടൽ ലൈനിൽ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ y-ന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ y-ന്റെ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ എന്തായിരിക്കണം? ഈക്വൽ ടു എന്ത് വരണം? 0 വരണം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 9 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കൊടുക്കും. ഇനി അതിൽ നിന്ന് എളുപ്പമല്ലേ? ഇത് നമുക്ക് ഓൾറെഡി അറിയാം. നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ട്? എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ അപ്പൊ ഈക്വൽ ടു 0 എന്ന് കിട്ടും. എക്സ് മൈനസ് 3 ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. അപ്പൊ എക്സിന്റെ വാല്യൂ 3 ആവുമ്പോൾ വൈന്റെ വാല്യൂ അല്ലെങ്കിൽ ഫംഗ്ഷന്റെ ടോട്ടൽ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. പി ഓഫ് 3 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പൊ വൈന്റെ വാല്യൂ 0 വരുമ്പോൾ ഏതാണ് ഉത്തരം? എക്സിന്റെ വാല്യൂ ഏത് കിട്ടണം? 3 കിട്ടണം. ഇനി അടുത്തത് ഇവിടെ നോക്കുക. പ്രൂവ് ദാറ്റ് ദ സ്ക്വയർ ഓഫ് എനി ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് വന്നിട്ടുണ്ട്. 3, 9, 50 എന്ന് പറഞ്ഞ സീക്വൻസ് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് പ്രൂവ് ദാറ്റ് സ്ക്വയർ ഓഫ് എനി ടേം ഓഫ് ദ സീക്വൻസ്, ഈ സീക്വൻസിന്റെ സ്ക്വയർ എല്ലാം എന്തിന്റെയാണ്? ഓഡ് നമ്പറിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ എക്സെന്റ് കണ്ടുപിടിക്കണം, nth ടേം കണ്ടുപിടിക്കണം. അതിന് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം ഇതില് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഏതാണ് വരുന്നത്? 3 ആണ് വരുന്നത്. അപ്പൊ ഞാൻ കൊടുത്തു നമ്മളെ എക്സൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സൻ ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. അങ്ങനെ ഇതില് ഡിന്റെ സ്ഥാനത്ത് കോമൺ ഡിഫറൻസ് നമുക്ക് ഇവിടെ നിന്ന് അറിയാം. കോമൺ ഡിഫറൻസ് എത്രയാണ്? ഡി എത്രയാണ്? 6 ആണ്. എഫ് എത്രയാണ്? 3 ആണ് അല്ലെ? എഫ് 3യും കോമൺ ഡിഫറൻസ് എത്രയാണ്? 6 ആണ് വരുന്നത്. അങ്ങനെയാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 6n പ്ലസ് 3 മൈനസ് 6. അപ്പൊ എന്ത് കിട്ടും? 6n മൈനസ് 3 കിട്ടും. അപ്പൊ ഇവിടെ എക്സൻ എന്ത് കിട്ടി? 6n മൈനസ് 3. എക്സ് എന്ന് പറഞ്ഞാൽ nth ടേം എന്ത് കിട്ടി? 6. ഇതാണ് ഇതിന്റെ മൊത്തം സീക്വൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിന്റെ സ്ക്വയർ എടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യം ഇതിന്റെ സ്ക്വയർ എടുക്കുകയാണ്. 6n മൈനസ് 3 ഹോൾ സ്ക്വയർ എടുത്തു. അപ്പൊ ഇങ്ങനെ a മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ് വരിക. അപ്പൊ ആദ്യത്തെ ടേമിന്റെ ആദ്യത്തെ പദത്തിന്റെ സ്ക്വയർ എടുക്കണം. അപ്പൊ 6n ന്റെ സ്ക്വയർ എടുത്താൽ എന്ത് കിട്ടും? 36n സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 6 ഇൻറ്റു 3n 3 ഇൻറ്റു n. അപ്പൊ എന്ത് വരും? മൈനസ് 36n പ്ലസ് 9 കിട്ടും. ഇതാണല്ലോ നമുക്ക് സ്ക്വയർ ചെയ്തപ്പോ കിട്ടിയത്. ഇനി ഈ കിട്ടിയതിനെ ഞാൻ എന്ത് ചെയ്തു? 9 കോമൺ ആക്കി എടുത്തു. അപ്പൊ എനിക്ക് എന്ത്? 4n സ്ക്വയർ മൈനസ് 4n പ്ലസ് 1 കിട്ടി. അപ്പൊ ഇവിടെ നമുക്ക് സ്ക്വയർ ചെയ്തപ്പോ എന്താ കിട്ടിയ? 9 ഇൻറ്റു 4n സ്ക്വയർ മൈനസ് 4n പ്ലസ് 1 കിട്ടി. ഇവിടെ നോക്കുക 4n സ്ക്വയർ ഇതെന്താണ്? 4n സ്ക്വയർ എന്താണ്? ഒരു ഈവൺ നമ്പർ ആണ്. എന്താണ്? ഈവൺ നമ്പർ ആണ്. മൈനസ് 4n അതും എന്താണ്? ഈവൺ നമ്പറിന് ഈവൺ നമ്പർ കുറച്ച് എന്തായിരിക്കും? ഈവൺ നമ്പർ തന്നെ കിട്ടുക. പക്ഷെ പ്ലസ് 1 ചെയ്തു. അപ്പൊ അതെന്തായിട്ടുണ്ട്? ഓഡ് നമ്പർ ആയിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഈ ബ്രാക്കറ്റിലുള്ള ഇത് മൊത്തത്തിൽ എന്തായി? ഓഡ് നമ്പർ ആയില്ലേ? ഓഡ് നമ്പർ ഇൻറ്റു 9 അല്ലേ ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തു. നമ്മളോട് പ്രൂവ് ചെയ്യാനും പറഞ്ഞത് തന്നെയല്ലേ? പ്രൂവ് ദാറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ആൻ ഓഡ് നമ്പർ ബൈ 9. ഓഡ് നമ്പറിനെ നമ്മൾ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ സം ഓഫ് 2 numbers is 6 and their product is എത്രയാന്ന് തന്നിട്ടുണ്ട്? 7 എന്ന് തന്നിട്ടുണ്ട്. സം ഓഫ് 2 numbers 6 ആണെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റ് 7 എന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ സംഖ്യനെ ഞാൻ എന്ത് കൊടുക്കാൻ പോവാണ്? എക്സ് കൊടുക്കാൻ പോവാണ്. നമ്മൾ ഇവിടെ കണ്ടോ സം ഓഫ് 2 numbers 6ഉം പ്രൊഡക്റ്റ് 7 ആണ്. അപ്പൊ ആദ്യത്തെ നമ്പറിന് ഞാൻ എന്ത് കൊടുത്തു? എക്സ് കൊടുത്തു. എക്സ് കൊടുത്താൽ രണ്ടാമത്തെ നമ്പർ എന്തായിരിക്കും? ടോട്ടൽ 6. അപ്പൊ രണ്ടാമത്തെ 6 മൈനസ് എക്സ്. ഇനി ഫസ്റ്റ് ഇതാണ് നമ്മൾ രണ്ട് സംഖ്യകൾ എക്സ് ഒന്ന് 6 മൈനസ് എക്സ്. ഇവിടെ ഒരു ചോദ്യം ഉണ്ട്. വൺ ഓഫ് ദീസ് നമ്പർ ഈസ് ലാർജർ ദാൻ 3 ആൻഡ് അതർ ഈസ് സ്മോളർ ദാൻ 3. ഒന്ന് ചിന്തിക്കുക. 3യും 3യും എടുത്ത് സമ്മ് എത്രയാണ്? 6 കിട്ടണം. അപ്പൊ 3യും 3യും എടുക്കുകയാണെങ്കിൽ എത്രയാണ് പ്രൊഡക്റ്റ് വരിക?
3 into 3 എത്രയാണ്? 3 into 3 വന്നാല് ഉറപ്പാണ് അത് എന്തിലേക്കേ വരുള്ളൂ? 9ലേക്ക് വരുള്ളൂ. അപ്പൊ എന്തായാലും അത് വർക്കൗട്ട് ആവില്ല. അപ്പോ ഒരു നമ്പർ എന്തായാലും 3-നെക്കാട്ടും കുറച്ച് എടുക്കണം. ഒരു നമ്പർ 3-നെക്കാട്ടും കുറച്ചാണെങ്കിൽ സമ്മ് 6 വരണമെങ്കിൽ അടുത്ത നമ്പർ എന്തായിരിക്കണം? 3-നെക്കാട്ടും കൂടുതലായിരിക്കണം. ഇനി നമ്പേഴ്സ് കണ്ടുപിടിക്കണം. നമ്പേഴ്സ് ഇതിന്റെ രണ്ടിന്റെയും പ്രൊഡക്റ്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 7 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ്? x into x 6x minus x square equal to 7. ഞാൻ മൊത്തം സൈനിനെ ചേഞ്ച് ചെയ്തു. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? x square minus 6x equal to minus 7. ഇനി എങ്ങനെയാ സ്ക്വയർ കംപ്ലീഷനിൽ ചെയ്യുമ്പോൾ 6ന്റെ പകുതിന്റെ സ്ക്വയർ ആഡ് ചെയ്യണം. 6ന്റെ പകുതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 6ന്റെ പകുതി 3, 3ന്റെ സ്ക്വയർ എത്രയാണ്? 9. അപ്പോൾ 9 ഈക്വൽ ടു മൈനസ് 7 പ്ലസ് 9. ഇത് എത്ര കിട്ടും? 2 എന്ന് കിട്ടും. ഇനി ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 2 എന്ന് കിട്ടും. ഇനി ഇവിടെ നമുക്ക് പ്ലസ് ഓർ മൈനസ് റൂട്ട് 2 എന്ന് വെക്കാം. കാരണം റൂട്ട് ഇതിനെ ഇവിടെ നമ്മൾ സ്ക്വയർ 2 ആണ് ഇപ്പൊ വരുന്നത്. നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ റൂട്ട് എടുക്കണം. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്തെടുക്കും? ഈക്വൽ ടു 2 എന്ന് നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഈക്വൽ ടു 2 എന്ന് കൊടുത്തു. ഇനി രണ്ട് സ്ഥലത്ത് റൂട്ട് എടുക്കുമ്പോൾ എക്സ് മൈനസ് 3 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 2 എന്ന് കിട്ടും. ഇവിടെ നോക്കുക, ആദ്യം എക്സിന് ഞാൻ എന്ത് കൊടുത്തു? പ്ലസ് റൂട്ട് 2 എന്ന് കൊടുത്തു. അങ്ങനെ കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഇവിടെ വാല്യൂ എന്ത് കിട്ടുക? എക്സ് മൈനസ് 3 ഈക്വൽ ടു റൂട്ട് 2 എന്ന് കൊടുത്തു. എക്സ് ഇസ് ഈക്വൽ ടു 3 പ്ലസ് റൂട്ട് 2 എന്ന് കിട്ടും. ഇനി അടുത്തത് മൈനസ് 2 കൊടുത്തു. എക്സ് മൈനസ് 3 ഈക്വൽ ടു മൈനസ് റൂട്ട് 2 എന്ന് കൊടുത്തു. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു 3 മൈനസ് റൂട്ട് 2 എന്ന് കിട്ടും. അപ്പൊ നമ്മളെ വാല്യൂസ് 3 പ്ലസ് റൂട്ട് 2 അതേപോലെ തന്നെ 3 മൈനസ് റൂട്ട് 2 ആയിരിക്കും. ഇതിന്റെ സം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. പ്ലസ് റൂട്ടും മൈനസ് റൂട്ടും കൂടെ പോയിട്ട് എന്ത് കിട്ടും നിങ്ങൾക്ക്? സം എടുക്കുമ്പോൾ 6 എന്നും കിട്ടും. ഇനി പ്രോഡക്റ്റ് എടുക്കുമ്പോൾ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി, അത് നമുക്ക് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ചെയ്താൽ a സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ 9 മൈനസ് റൂട്ട് 2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2, 9 മൈനസ് 2 7. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് ഉള്ള വാല്യൂ കിട്ടും. ഏതാണ്? 3 പ്ലസ് റൂട്ട് 2 3 മൈനസ് റൂട്ട് 2 എന്ന് പറഞ്ഞത്. ഇനി അടുത്തത് കാൽക്കുലേറ്റ് ദി അരിത്മെറ്റിക് സീക്വൻസ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർത്ത് ടേം? ഇവിടെ നോക്കുക, ഫോർത്ത് ടേമിന്റെ ഈ രണ്ട് സീക്വൻസിന്റെ ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. രണ്ട് സീക്വൻസിന് ഒരു പ്രത്യേകത ഉണ്ട്. രണ്ടിന്റെയും കോമൺ ഡിഫറൻസ് നോക്കുക. ഇവിടെ കോമൺ ഡിഫറൻസ് എത്ര വരുന്നത്? 5ഉം 11ഉം. അപ്പൊ എത്ര വരിക? 6 വരും. അപ്പൊ ഇവിടെ 6. ഇനി ഇവിടെയോ 8ഉം ഇതിലേക്ക് വരുമ്പോൾ എത്രയാണ്? 6. ഇവിടെ എന്ത് തന്നെ 6. അപ്പൊ ഇതിന്റെ കോമൺ ഡിഫറൻസ് രണ്ട് സീക്വൻസിന്റെയും, രണ്ട് സീക്വൻസ് ആണ് നമുക്ക് ഉറപ്പിച്ചു. കോമൺ ഡിഫറൻസ് 6 വരുന്നുണ്ട്. ഇനി അതിന്റെ രണ്ടിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 6 തന്നെ വരുന്നത്. ഫസ്റ്റ് ടേം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 5ഉം 3. എത്രയാണ്? 5ഉം 8ഉം. അപ്പൊ എത്രയാണ്? 3. 14ഉം 11ഉം എത്രയാണ്? 3 ആണ്. ഇനി 20 ഇത് 3 ആണ്. അപ്പൊ അങ്ങോട്ടുള്ള ഏത് ടേംസ് ഈ പറഞ്ഞ ഈ രണ്ട് അരിത്മെറ്റിക് സീക്വൻസിന്റെ ഒരേ പൊസിഷനിൽ വരുന്നത്, ഇപ്പൊ 4-മത്തതോ അല്ലെങ്കിൽ 5-മത്തതോ അല്ലെങ്കിൽ 6-മത്തോ അങ്ങനെ സെയിം പൊസിഷനിൽ വരുന്നതിന്റെ എപ്പോഴും ഡിഫറൻസ് എന്തായിരിക്കും? എത്രയായിരിക്കും? 3 ആയിരിക്കും. അപ്പൊ ഫോർത്തിന്റെ രണ്ട് സീക്വൻസിലെ ഫോർത്തിന്റെ ഡിഫറൻസ് എത്രയായിരിക്കും? 3 ആയിരിക്കും വരിക. എത്രയാണ് ഉത്തരം വരിക? 3 ആയിരിക്കും ഉത്തരം വരിക. മനസ്സിലായില്ലേ? ഇനി അടുത്ത് നോക്കുക, ഹൗ മച്ച് മോർ ഈസ് ദി okay, how much more is the sum of first 20 terms of the sequence than the sum of the first term of the first sequence? ഫസ്റ്റ് 20 terms of the second sequenceും ഫസ്റ്റ് 25 terms of the second sequenceും കൂടെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ എത്രയായിരിക്കും? ഇവിടെ നമുക്കറിയാം ഓരോ ടേമും ഞാൻ ഇത് മൊത്തം കൂട്ടി, ഇതിലുള്ള ആദ്യത്തെ 25 ടേമും കൂട്ടി, ഇതിലുള്ള ആദ്യത്തെ 25 ടേമും കൂട്ടി, എന്നിട്ട് ഞാൻ രണ്ടും കുറയ്ക്കുകയാണ്. അപ്പോ എനിക്ക് അതിന് പകരം ഇതിൽ ഓരോന്ന് വീതം കുറച്ച് കുറച്ച് കൂട്ടി പോയാൽ മതിയല്ലോ. അപ്പൊ ഓരോ ഇതിന്റെയും ഡിഫറൻസ് എത്രയാണ്? 3 ആണ് വരുന്നത്. അപ്പൊ ഇവിടെ ഈ സീക്വൻസിനെ സംബന്ധിച്ച് ആദ്യത്തെ ടേമിൽ എത്ര ഡിഫറൻസ് കൂടി? 3 കൂടി. രണ്ടാമത്തേൽ എത്ര കൂടി? 3 കൂടി. മൂന്നാമത്തേൽ എത്ര കൂടി? 3 കൂടി. അങ്ങനെ എത്ര വട്ടം 3 കൂടുന്നുണ്ട്? 25 വരുന്നുണ്ട്. 25 വട്ടം എത്ര കൂടും? 3 കൂടും. അപ്പൊ നമുക്ക് ഇവിടുന്ന് തന്നെ ഉത്തരമായി. എത്രയായിരിക്കും ടോട്ടൽ ഇത് വരുന്നത്? എത്രയായിരിക്കും? 3 into 3 ആണ് ഓരോന്നിലുള്ള ഡിഫറൻസ്. അങ്ങനെ എത്ര വട്ടം വരുന്നുണ്ട്? 25. സമയം എത്ര? 75. എളുപ്പമായിട്ട് കിട്ടി. ഇനി അതല്ലാതെ എങ്ങനെയാ ചെയ്യുക? ഇതിൽ നിന്ന് എന്തുകൊണ്ട് 25ന്റെ സം കണ്ടുപിടിക്കുക, ഇതിൽ നിന്ന് 25ന്റെ സം കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക. അപ്പൊ ഇവിടെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഓരോന്നിൽ നിന്നും 3 എടുത്തു. ഇപ്പൊ ഇവിടുന്ന് ഒരു 3 പുറത്തേക്ക് എടുത്തു, ഇതൊന്നൊരു 3 എടുത്തു, ഇതൊന്നൊരു 3 എടുത്തു. അങ്ങനെ 25 വട്ടം 3 പുറത്തെടുത്താൽ മേലത്തെ സെയിം സീക്വൻസ് താഴെയും കിട്ടൂലേ?
അപ്പോൾ ആ സീക്വൻസ് സെയിം കിട്ടും. അപ്പൊ ആ എത്ര 25 വട്ടം 3 ആ ഡിഫറൻസ് അല്ലേ വരുന്നത്? 25 വട്ടം 3 ചെയ്താൽ എത്ര കിട്ടും? 75 കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യനില് ദ സീക്വൻസ് ഓഫ് ദ സം ഓഫ് ദ കോൺസിക്യൂട്ടീവ് ഇവിടെ തന്നെ ദ സീക്വൻസ് ഓഫ് സം ഓഫ് ദ കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ് ഈസ് 5. ആദ്യത്തെ തൊട്ടിട്ട് അപ്പൊ ഞാൻ എഴുതി ഇത് സീക്വൻസ് എന്തിന്റെയാണ് സീക്വൻസ് തന്നിട്ടുള്ളത്? S1, S2, S3 സമ്മിന്റെ സീക്വൻസ് ആണ് തന്നിട്ടുള്ളത്. സമ്മിന്റെ സീക്വൻസിൽ ഇപ്പൊ S1 എടുക്കുക. S1 എന്ന് പറഞ്ഞാല് ആദ്യത്തെ ടേമിന്റെ സമ്മ്, ആദ്യത്തെ ടേമിന്റെ സമ്മ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടേം തന്നെ, അല്ലെങ്കിൽ X1 തന്നെ എത്രയാന്ന് തന്നു? 5 എന്ന് തന്നു. ഇനി രണ്ടാമത്തെ S2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്? ആദ്യത്തെ ടേം പ്ലസ് രണ്ടാമത്തെ ടേം, അത് എത്രയാ തന്നിട്ടുണ്ട്? 16 തന്നിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ S3 സം 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഇത് മൊത്തം കൂടെ കൂട്ടിയാൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എല്ലാം കൂടെ കൂട്ടി കഴിഞ്ഞാല് നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്? 33 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കേണ്ടത് ഞാൻ അത് ജസ്റ്റ് വാല്യൂസ് ഇവിടെ ഒന്നും കൂടെ എഴുതാം. പ്ലസ് x3 എത്രയാണ്? 33. നോക്കുക, S2ൽ നിന്ന് S1 കുറച്ച, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ എനിക്ക് എന്ത് കിട്ടും? X2 കിട്ടും. അപ്പൊ ഞാൻ എഴുതി S2 മൈനസ് S1. S2ൽ നിന്ന് S1 കുറച്ചു എന്ന് പറഞ്ഞാൽ X1 പ്ലസ് X2 മൈനസ് X1 ഈക്വൽ ടു X2 എന്ന് തന്നെ വരിക. ഇതിൽ നിന്ന് ഇത് കുറച്ച് എനിക്ക് എന്ത് കിട്ടും? X2 ആണ് വരിക. അപ്പൊ എത്ര വരും? X2 ഈക്വൽ ടു 16 മൈനസ് 5 ഈക്വൽ ടു എന്ത് കിട്ടും? 16ൽ നിന്ന് 5 കുറച്ച 11. അപ്പൊ നമ്മളെ സെക്കൻഡ് ടേം, ഫസ്റ്റ് ടേം ഓൾറെഡി എത്രയാണെന്നറിയാം? 5 ആണെന്നറിയാം. അപ്പൊ ഞാൻ എഴുതി X1 എത്ര കിട്ടി? 5. X2 എന്ന് പറയുന്നത് 11. ഇനി X1 X2 കിട്ടി. ഇനി ഇതിൽ നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ ഈ 33 അല്ലെങ്കിൽ ഈ പറഞ്ഞ S3യിൽ നിന്ന് S2 കുറച്ച് എനിക്ക് മൂന്നാമത് കിട്ടും അല്ലെ? ഇതിൽ മൊത്തം എന്തൊക്കെയാ? X1 പ്ലസ് X2 പ്ലസ് X3. ഇതിൽ നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവുക? X3. അപ്പോ S3 മൈനസ് S1 എന്ന് പറഞ്ഞാൽ എന്താണ്? X3 ആണ്. അത് എത്രയാണ് വരിക? 33 മൈനസ് 16. 33 മൈനസ് 16 ചെയ്യുന്ന സമയത്ത് എത്ര വരിക? 33ൽ നിന്ന് 16 കുറയ്ക്കണം. അപ്പോ 33ൽ നിന്ന് 16 കുറച്ച് കഴിഞ്ഞാല് എത്ര വരും? 15, 16, 17. എത്ര വരിക? 17. ഇപ്പൊ എന്ത് കിട്ടി? X3 എത്ര കിട്ടി? 17. അപ്പൊ നമുക്ക് സീക്വൻസ് എന്ത് കിട്ടിയത്? സീക്വൻസ് എങ്ങനെയാണ്? 5, 11, 17, ഇവിടെ കോമൺ ഡിഫറൻസ് എത്ര? 6 ആണ്. അപ്പൊ അടുത്തൊരു 6 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 23 കിട്ടും. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇതാണ് നമുക്ക് കിട്ടുന്ന സീക്വൻസ്. ഇനി ഇവിടെ ഒന്നും കൂടെ ചിന്തിക്കുക. ദ സീക്വൻസ് ഓഫ് ദ സം ഓഫ് കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് അരിത്മെറ്റിക് സീക്വൻസ്. കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ടേംസിന്റെ സമ്മിനെ ഞാൻ സീക്വൻസ് ആക്കിയതാണ് ഇത്. അതാണ് ഞാൻ എഴുതിയത് S1, S2, S3 എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയത്. അപ്പൊ ഓരോന്നിനെയും നമുക്ക് നോക്കുന്ന സമയത്ത് സീക്വൻസ് എത്രയാണ് കിട്ടുന്നത്? 5, 11, 17, 23 അങ്ങനെ പറഞ്ഞിട്ടാണ് സീക്വൻസ് കിട്ടുക. ഇവിടെ കോമൺ ഡിഫറൻസ് D എത്ര വരുന്നത്? 6 ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ 6ഉം F1ഉം ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിനി അടുത്ത ഇതിൽ ചോദിച്ച റൈറ്റ് ദ ആൽജിബ്രിക് ഫോം. അപ്പോ ഫസ്റ്റ് ടേം 5ഉം 11, 17 ഇങ്ങനെയല്ലേ വന്നിട്ടുണ്ടായിരുന്നേ? ഇതിലെ F എത്രയാണ്? F is equal to 5, D equal to 6 ആണ് വന്നിട്ടുള്ളത്. നമ്മളോട് എന്താ ആൽജിബ്രിക് ഫോം ആണ് ചോദിച്ചത്. ആൽജിബ്രിക് ഫോം ഓഫ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആൽജിബ്രിക് ഫോം ഈക്വൽ ടു എന്താണ്? ആൽജിബ്രിക് ഫോം xn ഈക്വൽ ടു ഇവിടെ എഴുതാം. xn ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d എന്നായിരിക്കും. അപ്പൊ d എത്രയാണ്? 6n. അപ്പൊ 6n പ്ലസ് f എത്രയാണ്? 5 മൈനസ് 6. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 6n മൈനസ് 1 എന്ന് കിട്ടും. ഉത്തരത്തിലിട്ട 6n മൈനസ് 1 എന്ന് കിട്ടും. ഇനി അടുത്തത് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് വെച്ചിരിക്കുന്നത് വൺ സൈഡ് ഓഫ് എ റെക്ടാംഗിൾ ഈസ് 14 സെന്റിമീറ്റർ ലോങ്ങർ ദാൻ ദ അതർ. ഡയഗണലിൽ നിന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്തു? റെക്ടാംഗിൾ ഞാൻ വരച്ചു കഴിഞ്ഞാൽ നേരെ നമുക്ക് ഉത്തരം കിട്ടും. ഇവിടെ ഒക്കെ റെക്ടാംഗിൾ വരച്ചു. വൺ സൈഡ് എക്സ് ആണ്, അടുത്തത് എത്ര? 14 സെന്റിമീറ്റർ ലോങ്ങർ ആണ്. അപ്പൊ എക്സ് പ്ലസ് 14 എന്ന് പറഞ്ഞു. ഇനി ഡയഗണൽ വരച്ചു, അല്ലെങ്കിൽ ഡയഗണൽ എത്രയാന്ന് പറഞ്ഞു? 26 എന്ന് പറഞ്ഞു. ഇവിടെ 90 ആണ്. നമുക്ക് ഓൾറെഡി ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അതിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളോട് ഫസ്റ്റ് വെച്ച റൈറ്റ് ദീസ് ഫാക്ട്സിന്റെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എങ്ങനെയാണ് വരിക? എക്സ് സ്ക്വയർ. ആദ്യം നമ്മളിത് പൈതഗോറസ് തിയറം ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 14 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 26 സ്ക്വയർ.
പൈതോറസ് തിയറം വെച്ചിട്ട്. ഇനി അടുത്ത എക്സ് പ്ലസ് 14 അതിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ലെങ്ത്തും സൈഡൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് എക്സ് പ്ലസ് 14 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 26 സ്ക്വയർ എന്ന് കിട്ടും. അപ്പോ ഇതില് എക്സ് സ്ക്വയർ പ്ലസ് ഇതെന്ത് വരും, എക്സ് സ്ക്വയർ പ്ലസ് 28x പ്ലസ് 14 സ്ക്വയർ ഈക്വൽ ടു 26 സ്ക്വയർ. ഇതില് ഞാൻ എന്ത് ചെയ്താൽ 2x ഇതിനെ 2x സ്ക്വയറിലാക്കാം. എനിക്ക് എന്ത് കൊടുക്കാം, 2x സ്ക്വയർ പ്ലസ് 28x ഈക്വൽ ടു 26 സ്ക്വയർ മൈനസ് 14 സ്ക്വയർ. ഞാൻ ഈ 14 സ്ക്വയറിന് അപ്പുറത്തേക്ക് 26ന്റെ ഇത് എത്ര വരുന്നത്, 26ന്റെ സ്ക്വയർ നമുക്ക് കുറച്ച് ടൈം ഡിലേ വരുന്നുണ്ട്, അതാണ് കാൽക്കുലേറ്റർ വരുന്നത്. 26ന്റെ സ്ക്വയർ 26 into 26 എത്ര വരിക, 676 എന്ന് വരും. എത്ര വരും, 676 മൈനസ് 14ന്റെ സ്ക്വയർ 14 into 14 എത്ര വരുന്നത്, 196. അപ്പൊ ഇത് കുറച്ച് കഴിഞ്ഞാല് 676 മൈനസ് 196 ചെയ്താൽ 480 കിട്ടും. എത്ര വരിക, 480 കിട്ടും. എന്താണ് 480 കിട്ടിയത്, 2x സ്ക്വയർ പ്ലസ് 28x ഈക്വൽ ടു 480. ഞാൻ മൊത്തം ഡിവൈഡ് ബൈ 2 ചെയ്തു. 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും, എക്സ് സ്ക്വയർ പ്ലസ് 14x ഈക്വൽ ടു 480/2. 480/2 ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, 480/2 ചെയ്ത് കഴിഞ്ഞാൽ 240 കിട്ടും. ഈക്വൽ ടു എന്ത് കിട്ടും, ഇതിന്റെ നേർപകുതി 240 കിട്ടും. ഇനി സ്ക്വയർ കംപ്ലീഷനിൽ എന്ത് ചെയ്യുക, ഇതിന്റെ പകുതിന്റെ സ്ക്വയർ എത്രയാണ്, 7ന്റെ സ്ക്വയർ 49 ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ 49 ആഡ് ചെയ്തു, പ്ലസ് ഇപ്പുറത്തും എന്ത് ചെയ്തു, 49 ആഡ് ചെയ്തു. അപ്പൊ എനിക്ക് എന്ത് കിട്ടി, 289 കിട്ടി. എത്ര കിട്ടിയ, 289. 289ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 17 ആണ് വരിക. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 7 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 289 കിട്ടും. അപ്പൊ എന്ത് കിട്ടി, എക്സ് പ്ലസ് 7 ഈസ് ഈക്വൽ ടു റൂട്ട് 289 എത്രയാണ്, നമുക്കിപ്പോ കിട്ടിയത് 17 കിട്ടും. അപ്പൊ 17 കിട്ടിക്കഴിഞ്ഞാല് നമുക്കറിയാം എക്സ് ഇസ് ഈക്വൽ ടു ഇത് ഇങ്ങോട്ടേക്ക് വന്നു, 17 മൈനസ് 7 ഈക്വൽ ടു 10. അപ്പൊ ഒരു സൈഡ് 10 കിട്ടി, ഇവിടെ 10 ആണെങ്കിൽ ഇപ്പുറത്ത് എന്തായിരിക്കും, എക്സ് പ്ലസ് 10 പ്ലസ് 14 എന്ന് പറഞ്ഞാൽ 24. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് ഇതേപോലെ തന്നെ ഒരു ചോദ്യമാണ്. എന്താണ്, വൺ സൈഡ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഈസ് 7 സെന്റിമീറ്റർ ലോങ്ങർ ദാൻ ദി പെർപെൻഡിക്കുലർ ടു ഇറ്റ് ആൻഡ് ദ ഏരിയ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കുക, നമുക്ക് തന്നിരിക്കുന്ന വൺ സൈഡ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. അപ്പൊ നേരത്തെ നമ്മൾ ഇത് ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആദ്യം വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ ഒരു സൈഡ് മറ്റേ സൈഡിനെക്കാട്ടും എത്രയാണെന്ന് പറഞ്ഞിട്ടുള്ളത്, 7 സെന്റിമീറ്റർ. അപ്പൊ ഞാൻ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരച്ചു. ഒരു സൈഡ് എക്സ് ആണെങ്കിൽ മറ്റേ സൈഡ് എന്തായിരിക്കും, 7 സെന്റിമീറ്റർ ലോങ്ങർ ദാൻ ദി പെർപെൻഡിക്കുലർ ടു ഇറ്റ്. അപ്പൊ എന്ത് കിട്ടും, എക്സ് പ്ലസ് 7 കിട്ടും. ഏരിയ എത്ര, 60. ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ, ഹാഫ് ബി എച്ച്. എന്താണ്, ഹാഫ് ബി എച്ച്. അപ്പോ ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്, എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 7 ഈക്വൽ ടു ഏരിയ എത്രയാണ്, 60. ഈ 2നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 7x ഈക്വൽ ടു എന്ത് കിട്ടും, 120 കിട്ടും. ഇനി ഇതിന്റെ പകുതിന്റെ സ്ക്വയർ ആഡ് ചെയ്യുക, എന്നിട്ട് നേരെ സ്ക്വയർ കംപ്ലീഷനിൽ ചെയ്യുക. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 7x ഇതിന്റെ പകുതി എത്ര വരുന്നത്, 7ന്റെ പകുതി 7/2 തന്നെ എടുക്കുക. 7/2 തന്നെ എടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, 7/2ന്റെ സ്ക്വയർ ചെയ്യണം. എനിക്ക് എന്ത് കിട്ടും, 49/4 ഈക്വൽ ടു 120 പ്ലസ് 49/4. ഇങ്ങനെയാണ് വരിക. ഇനി ഇതിന്റെ എന്താ വരും, എക്സ് പ്ലസ് 7x ഇതാക്കാം, എന്താ, എക്സ് പ്ലസ് 7/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇത് ചെയ്യുമ്പോൾ 480 പ്ലസ് 49/4. 480 പ്ലസ് 49 ചെയ്ത് കഴിഞ്ഞാല് 529 കിട്ടും. എത്രയാണ്, 529/4 കിട്ടും. ഇതിനെ റൂട്ട് എടുക്കുന്ന സമയത്ത് 529 നമ്മൾ റൂട്ട് എടുക്കുമ്പോൾ റൂട്ട് 529 ചെയ്ത് കഴിഞ്ഞാൽ 23 ആ വരിക. അപ്പോ ഇതിന്റെ മൊത്തം റൂട്ട് എടുക്കുമ്പോൾ എന്താ വരിക, അടുത്ത സ്റ്റെപ്പില് എക്സ് പ്ലസ് 7/2 ഈക്വൽ ടു ഇതിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാല് എത്രയായിരുന്നു ഞാൻ പറഞ്ഞ 23 ആണ്. അപ്പൊ 23/2 ഉണ്ട്. ഇപ്പുറത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു 23/2 മൈനസ് 7/2. 23
-7 ചെയ്ത് കഴിഞ്ഞാൽ 23 -7 ചെയ്യുമ്പോൾ 3 കുറച്ച് 4 കുറയ്ക്കുമ്പോൾ 16/2 = 8 എന്നുണ്ട്. അപ്പൊ ഇവിടെ നോക്കുക, ഉത്തരം എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 8 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഒരു സൈഡ് 8 ആണെങ്കിൽ മറ്റേ സൈഡ് എന്തായിരിക്കും? 8 + 7. 8 + 7 എന്ന് പറയുമ്പോൾ എത്ര വരിക? 15, 15. ഇനി ഇതും കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 8² + 8² എത്രയാണ്? ഇവിടെ എത്ര വരിക? √8² എഴുതാം. 8² + 15² = √8² 64. 64 + 15² എത്രയാണ് വരുന്നത്? 15² 250, 225. ഈ പറഞ്ഞ 64ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 289 കിട്ടും, =√289 കിട്ടും. ഇനി √289 എന്ന് പറഞ്ഞാൽ 289ന്റെ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം എത്രയാണ്? 17 കിട്ടും. അപ്പൊ നമ്മൾ ഒരു സ്ഥലത്തെ വാല്യൂ എത്ര? 17. അപ്പൊ 3 വാല്യൂസ് എത്ര വരും? 8, 15, 17 എന്ന് പറഞ്ഞു. ഇത് ഓൾറെഡി എളുപ്പമായി. ഇവിടെ വരെ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി പൈതോറസ് തിയറം വെച്ചിട്ട് നമ്മൾ അത് ബാക്കി ചെയ്യും. ഇനി നോക്കുക, ഓക്കെ. ഇനി അടുത്തത് ഇവിടെ നോക്കുക. ഈ ക്വസ്റ്റ്യൻ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ ഈസ് ദ സീക്വൻസ് ഓഫ് എ നാച്ചുറൽ നമ്പർ വിച്ച് ലീവ്സ് ആൻ ഓഡ് റിമൈൻഡർ ഓൺ ഡിവിഷൻ ബൈ 6. 6 വെച്ച് ഡിവൈഡ് ചെയ്താൽ ഓഡ് നമ്പർ വരുന്ന സീക്വൻസ് ആണ് നമ്മളോട് വരുന്നത്. ഓഡ് നമ്പേഴ്സ് വരണം. അപ്പൊ 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓഡ് നമ്പേഴ്സ് വരുന്ന സീക്വൻസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ എന്നും ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അത് എളുപ്പത്തിന് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ നോക്കുക. ഞാൻ 1നെ ഇപ്പൊ ഫസ്റ്റ് ഞാനൊരു ടേം എടുത്തു, നിങ്ങൾക്ക് മനസ്സിലാകാൻ 1നെ ഞാൻ 6 വെച്ച് ഡിവൈഡ് ചെയ്തു. ഇവിടെ നമുക്ക് 1നെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെങ്കിലും ഫുൾ വാല്യൂ വരുന്നുണ്ടില്ല. അപ്പൊ റിമൈൻഡർ എത്ര തന്നെയാണ് അവിടെ വരുന്നത്? 1 വരുന്നത്. റിമൈൻഡർ എത്രയാണ്? 1. ഈ 1 ആണ് റിമൈൻഡർ ആണ്. 1 എന്താണ്? ഓഡ് നമ്പർ ആണ്. അപ്പൊ ഓഡ് റിമൈൻഡർ വരുന്നില്ലേ? അപ്പൊ 1 ഫസ്റ്റ് ടൈം ഏത് വരും? 1 വരും. അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ ഏതായിട്ട് കൊടുത്തു? 1 കൊടുത്തു. ഇനി അതേപോലെ തന്നെ റിമൈൻഡർ ഓഡ് വരണമെങ്കിൽ നമുക്കറിയാം, അടുത്ത് 3 ചെയ്താൽ മതി. 3/6 പറ്റില്ല. അപ്പൊ റിമൈൻഡർ എത്രയാണ്? 3. അപ്പൊ സെക്കൻഡ് ടൈം എത്രയാണ്? 3. ഇനി അടുത്തത് എനിക്ക് അറിയാണ്ട് 5 ചെയ്യാം. 5/6 ഫുൾ നമ്പർ ഏതെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ ആ ബാക്കി വന്ന അത് തന്നെയാണ് റിമൈൻഡർ വരുന്നത്. അപ്പൊ എത്രയാണ് വരിക? അറ്റ് ടൈം ഏതായിരുന്നു? 5. അടുത്തത് ഞാൻ എഴുതാണ് 7നെ ഞാൻ ഡിവൈഡ് ചെയ്തു. 7/6. ഒരു 6 വരും, ബാക്കി റിമൈൻഡർ 1. അപ്പൊ ടൈം ഏതാണ്? 7. ഇനി അടുത്തത് ഞാൻ 9നെ 6 വെച്ച് ഡിവൈഡ് ചെയ്തു. ഒരു 6, ബാക്കി എത്ര വരും? 3. അപ്പൊ റിമൈൻഡർ 3. ഓർഡർ റിമൈൻഡർ ആണ്. അപ്പൊ 9 വരും. അപ്പൊ സീക്വൻസ് വരുന്നത് ശരിക്കും പറഞ്ഞാല് 1, 3, 5, 7, 9. അടുത്ത ഏതായിരിക്കും? 11. അടുത്തത് 13. ഇങ്ങനെയാണ് സീക്വൻസ് വരും. ഇതിനൊക്കെ നമ്മൾ 6 വെച്ച് ഡിവൈഡ് ചെയ്താല് അതിന്റെ ഒക്കെ റിമൈൻഡർ എത്രയാണ് വരുന്നത്? ഓഡ് നമ്പേഴ്സ് ആണ് റിമൈൻഡർ. അപ്പൊ ഇതാണ് നമ്മളെ ഓഡ് നമ്പർ. ഇവിടെ റിമൈൻഡർ എന്ന് പറഞ്ഞത് ഇവിടെ നോക്കുക, ലീവ്സ് ആൻഡ് ഓഡ് റിമൈൻഡർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ സാധാരണ ഒരു സീക്വൻസിൽ നമ്മൾ റിമൈൻഡറിന്റെ ഒക്കെ പറയുമ്പോൾ റിമൈൻഡർ 1 കിട്ടുക, അല്ലെങ്കിൽ റിമൈൻഡർ 2 കിട്ടുക, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു റിമൈൻഡർ എടുത്ത് പറയും. ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഓഡ് റിമൈൻഡേഴ്സ് എന്നാ പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞ എല്ലാത്തിനും 6 കൊണ്ട് ചെയ്താൽ എന്ത് തന്നെയാണ് റിമൈൻഡർ വരുന്നത്? ഓഡ് റിമൈൻഡർ തന്നെ വരുന്നത്. ഒറ്റ സംഖ്യയാണ് റിമൈൻഡർ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് സീക്വൻസ് എഴുതി. ഇനി അടുത്തതാണ് അതിന്റെ തന്നെ സബ് കോഴ്സിൽ ആൽജിബ്രിക് ഫോം എഴുതാൻ. ആൽജിബ്രിക് ഫോം എഴുതാന് നമുക്ക് ഓൾറെഡി അറിയാം ഇതെന്താണ് നമ്മളെ ഓഡ് നമ്പറിന്റെ ഇതാണ്. അപ്പൊ നമുക്ക് അതിനിപ്പോ അങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാം? xn = dn + f - d. ഇല്ല, d എത്രയാണ്? കോമൺ ഡിഫറൻസ് എത്ര? 2. അപ്പൊ 2n + f1 - 2. അപ്പൊ എന്ത് കിട്ടും? 2n - 1. എന്താണ് 2n - 1? നമുക്ക് ഓൾറെഡി അറിയാം ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് ചോദിച്ചാൽ നമ്മൾ എഴുതുക എന്താ? 2n - 1. അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ അങ്ങനെ ചിന്തിച്ചിട്ട് ഇതായില്ലെങ്കിൽ പെട്ടെന്ന് ചെയ്താൽ എന്ത് കിട്ടും? 2n - 1 കിട്ടും. ഇനി അടുത്ത ചോദ്യം അടുത്ത് നോക്കുകയാണ്. ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് 4, കോമൺ ഡിഫറൻസ് എത്ര? 3 തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് ഓഫ് ദി സീക്വൻസ്. നമുക്ക് ഇത് എളുപ്പമാണ്. ഫസ്റ്റ് ടേം എത്രയാണ് തന്നിട്ടുള്ളത്? 4 തന്നിട്ടുള്ളത്. കോമൺ ഡിഫറൻസ് എത്ര? 3 തന്നിട്ടുണ്ട്. നമുക്ക് ഒന്നിലെ നമ്മൾ 10th ടേം കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? n/2 ഇൻറ്റു. അപ്പൊ അങ്ങനെ ചെയ്താൽ നമുക്ക് എങ്ങനെ കിട്ടാൻ നോക്കാം. ഇവിടെ നോക്കുക. ഫസ്റ്റ് ടേം ഇത് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ n/2 ഇൻറ്റു x1 + xn ആണ് നമ്മൾ ഇക്വേഷൻ വരുന്നത്. n എത്രയാണ്? 10. 10/2 ഇൻറ്റു ഫസ്റ്റ് ടൈം എത്രയാണ്?
4 പ്ലസ് ഇനി 10th ടേം കണ്ടുപിടിക്കണം. 10th ടേം കണ്ടുപിടിക്കാൻ എന്താ ചെയ്താൽ ഫസ്റ്റ് ടേം ആയിട്ടുള്ള 4 എത്ര വട്ടം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക? 9 ടൈംസ് 9 into 3 ആഡ് ചെയ്യുക. 9 into 3 ആഡ് ചെയ്യുക. അപ്പൊ 4 plus 9 into 3 എന്ന് പറയുന്നത് എത്രയാ? 27. അപ്പൊ 4 plus 27 എന്ന് പറഞ്ഞാൽ 31 ആണ് വരിക. എത്രയാണ് വരിക? 31. അപ്പൊ ഞാൻ ഇവിടെ കൊടുത്തു 31. ഇനി ഇത് ഇതും ക്യാൻസൽ ചെയ്ത് 5. അപ്പൊ 5 into 35. 35 into ഇവിടെ എവിടെയും ചെയ്യാം. 35 into 5 എന്ന് പറഞ്ഞാൽ 35 into 5 എന്ന് പറഞ്ഞാൽ 2 15 17 175. എത്ര വരിക? 175. അപ്പൊ ആദ്യത്തെ എത്രയാണ് വരുന്നത്? ഈക്വൽ ടു 175. ഇനി പറഞ്ഞിട്ടുള്ളത് കാൽക്കുലേറ്റ് ദ സം ഓഫ് 10 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് സെക്കൻഡ് ടു 11th. സെക്കൻഡ് തൊട്ടിട്ട്. അപ്പൊ ഫസ്റ്റ് ടേം കൂട്ടണ്ട. അപ്പൊ ഈ പറഞ്ഞ ഇതിൽ നിന്ന് 171 ഇതിൽ നിന്ന് എന്ത് കുറച്ചു? ഞാന് 175 എന്ന് ഫസ്റ്റ് ടേം ആയിട്ടുള്ള ഏത് കുറച്ചു? ഫസ്റ്റ് ടേം ആയിട്ടുള്ള 4 കുറച്ചു. എന്നിട്ട് 11th ടേം ആഡ് ചെയ്യണം. 11th ടേം ഓൾറെഡി നമുക്കറിയാം 31 ആണ് എന്ത്? 10th ടേം. അപ്പൊ 11th ടേം എന്ന് പറഞ്ഞാൽ 30 എത്ര ആയിരിക്കും? 34 ആയിരിക്കും. അപ്പൊ ഇതിലേക്ക് 34 ആഡ് ചെയ്യും. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഈക്വൽ ടു 205 കിട്ടും. അപ്പൊ നമ്മൾ ഉത്തരം എത്രയാണ്? 205. അടുത്ത ചോദ്യം, ക്യാൻ ദ സം ഓഫ് എനി 10 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ദ സീക്വൻസ് ബി 500y? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് നമുക്കിത് ഒരുപാട് രീതി ചെയ്യാം. ഇപ്പൊ നമുക്ക് എളുപ്പത്തിൽ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു വഴി നോക്കുന്ന സമയത്ത് നമുക്കറിയാം 10 കോൺസിക്യൂട്ടീവ് ടേംസ് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏത് ടേംസ് എടുത്താലും, ഇപ്പൊ ഞാനിപ്പോ ഇപ്പൊ 10th ടേം എടുത്തു. 10th ടേം പറഞ്ഞാൽ f+90. അതിൽ നിന്ന് അങ്ങോട്ടേക്ക് എടുക്കുകയാണെങ്കിലും അടുത്ത ഏത് ടേം എടുത്താലും നമുക്കറിയാം എല്ലാത്തിലും f+ ഒരു കോമൺ ഡിഫറൻസിന്റെ ഒരു ഫാക്ടറാണ് നമുക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ എത്ര വട്ടം 10 കോൺസിക്യൂട്ടീവ് ടേംസ് പറഞ്ഞാൽ എത്ര വട്ടം ഫസ്റ്റ് ടേം ആഡ് ചെയ്യുന്നുണ്ടല്ലേ? എല്ലാത്തിലും എത്ര വട്ടം ആഡ് ചെയ്യുന്നത്? 10 വട്ടം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ നോക്കുന്നത് 500 മൈനസ് കോമൺ ഫസ്റ്റ് ടൈം ആയിട്ടുള്ള 4 into 10. അപ്പൊ 40. 500 മൈനസ് 40 ഈക്വൽ ടു എത്രയാണ്? കുറച്ച് കഴിഞ്ഞാൽ 460. ഈ കിട്ടിയ 460 എന്തിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം? കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. കാരണം എല്ലാ ഇതൊന്നും ഇപ്പൊ ഞാൻ 9th ടേം എടുത്തു, 9th ടേം അല്ലെങ്കിൽ 10th ടേം എടുത്തു. 10th ടേം എന്ന് പറഞ്ഞാൽ f+90. 11th ടേം എന്താ? f+10. അങ്ങനെ എല്ലാം കൂട്ടുന്ന സമയത്ത് എല്ലാത്തിലും f+ എന്ന് പറഞ്ഞിട്ടല്ലേ വരുന്നത്. അങ്ങനെ എത്ര വട്ടം കൂട്ടുന്നുണ്ട്? 10 വട്ടം. അപ്പൊ ഈ 10 വട്ടം എഫിനെ ഞാൻ കുറച്ചു. പിന്നെ എല്ലാം എന്തായിരിക്കും? കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ പറഞ്ഞ 460 എന്തായിരിക്കണം? കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആവോ എന്ന് നമ്മൾ നോക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? 460 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് എത്ര? 3. പറ്റുമോ നോക്കാം. 1 3 ബാക്കി 1 6 5 15 ബാക്കി 1 0. ഇല്ല, ഇവിടെ എത്ര വരിക? റിമൈൻഡർ എന്ത് വരുന്നുണ്ട്? 1 വരുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ നമ്മൾ ആദ്യം 10 വട്ടം എഫ് കുറച്ച കിട്ടിയ വാല്യൂ ആയിട്ടുള്ള ഈ 460 എന്തിന്റെ മൾട്ടിപ്പിൾ അല്ല? കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ. അതുകൊണ്ട് ഒരിക്കലും ഒരു ടേംസ് കൂട്ടിയാലും ഇതിലെ 10 കോൺസിക്യൂട്ടീവ് ടേംസ് ആഡ് ചെയ്താലും എന്ത് കിട്ടില്ല? 500 കിട്ടില്ല. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ അടുത്ത ക്വസ്റ്റ്യൻ നോക്കേണ്ടത് റൈറ്റ് ദ ആൽജിബ്രിക് ഫോം ഓഫ് ദി സം എന്തുണ്ട്? 6 10 14. അതിന്റെ ആൽജിബ്രിക് ഫോം എഴുതേണ്ടത് നമുക്കറിയാം. സമ്മിന്റെ ആൽജിബ്രിക് ഫോം എന്താ? Sn ഈക്വൽ ടു d/2 n² പ്ലസ് f മൈനസ് d/2 n. ഇവിടെ എത്ര? d എത്രയാണ്? ഇവിടെ നോക്കുക. d എത്രയാണ്? d എന്ന് പറയുന്നത് 4. ഇപ്പൊ 4/2 എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ? d എത്രയാണ് വരുന്നത്? 4 ആണ്. 4/2 എന്ന് പറഞ്ഞാൽ 2. ഇപ്പൊ 2n² പ്ലസ് f6 മൈനസ് d/2. 6 മൈനസ് 2 എന്ന് പറയുമ്പോൾ എത്ര? 4n. ഉത്തരം എന്ത് വരും? 2n² പ്ലസ് 4n. എന്താ ഉത്തരം കിട്ടുക? 2n² പ്ലസ് 4n. അടുത്ത, ഹൗ മെനി കോൺസിക്യൂട്ടീവ് ടേംസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ് ഓഫ് ദി സീക്വൻസ് ആൻഡ് വി ഹാഡ് ടു ഗെറ്റ് 880. 880 കിട്ടുക എത്ര? ഇതിലേക്ക് എന്ത് കൊടുത്തു? ഈ 2n² പ്ലസ് 4n എന്ന് പറഞ്ഞ ഈ സീക്വൻസിലേക്ക് എന്ത് കൊടുത്തു? 880 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. മൊത്തം ഡിവൈഡ് ബൈ 2 ചെയ്തു. അപ്പൊ എന്ത് കിട്ടി? n² പ്ലസ് 2n ഈക്വൽ ടു 880 എന്ന് കിട്ടും. അല്ല, ഡിവൈഡഡ് ബൈ 2. 880/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 880നെ പകുതിയാക്കി കഴിഞ്ഞാൽ 440 എന്ന് കിട്ടും. എത്രയാണ് കിട്ടുക? 440 എന്ന് കിട്ടും. അപ്പൊ 440 എന്ന് കിട്ടും.
ഇനി സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാൻ ഇവിടെ എന്ത് ചെയ്യണം, +1 ആഡ് ചെയ്യണം. ഇതിന്റെ പകുതിന്റെ സ്ക്വയർ, അപ്പൊ +1, ഇവിടെയും +1 ആഡ് ചെയ്യും. ഇപ്പൊ നമുക്ക് ഏതാ കിട്ടിയ ടേം എന്ന് പറയുന്നത് 441 ആണ്. 441ന്റെ നമുക്ക് റൂട്ട് എടുക്കുമ്പോൾ റൂട്ട് 441ന്റെ റൂട്ട് എടുത്താൽ എത്ര കിട്ടുക, 21 ആണ് കിട്ടുക. അപ്പൊ എനിക്കറിയാം n+1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 441. അപ്പൊ n+1 ഈക്വൽ ടു റൂട്ട് 441 എത്രയായിരുന്നു, 21 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ n ഇസ് ഈക്വൽ ടു 21 - 1 ഈക്വൽ ടു 20. അപ്പൊ ഉത്തരം എത്രയാണ് കിട്ടിയിട്ടുള്ളത്, 20 ആണ് നമുക്കിവിടെ ഉത്തരം കിട്ടുന്നത്. എത്ര കോൺസിക്യൂട്ടീവ് ടേംസ്, 20 കോൺസിക്യൂട്ടീവ് ടേംസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. കുറച്ച് സ്പീഡായിട്ടാണ് എടുക്കുന്നത്, നമ്മളിത് ഓൾറെഡി ക്ലാസ്സിൽ എടുത്തേ കൊണ്ടാണ് കുറച്ച് സ്പീഡായിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നത്. All the 3-digit numbers that can be formed by using a 3, 8, 9 without repetition. 3, 8, 9 വെച്ച് റെപ്പിറ്റേഷൻ ഇല്ലാതെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓരോ സ്ലിപ്പ് എടുത്തു കഴിഞ്ഞാൽ the slip drawn, what is the probability that number is less than 8,000. ഇവിടെ നോക്കുക, ഞാൻ 3 വട്ടം പ്രോബബിലിറ്റി ഞാൻ ഇവിടെ എടുക്കുന്നത് 3 വട്ടമാണ് ഞാൻ ഓരോ സ്ലിപ്പ് കൊടുക്കുന്നത്. 3 വട്ടമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഓരോ വട്ടം എടുക്കുന്ന സമയത്തും എനിക്ക് ടോട്ടൽ പ്രോബബിലിറ്റി ആദ്യം അറിയണം. എത്രയാണ് എന്റെ ടോട്ടൽ ചാൻസ് കാണാൻ ഞാൻ ആദ്യം 3 കാർഡുള്ളത് 3, 8, 9. അപ്പൊ ഞാൻ ആദ്യം എടുക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് എത്ര ചാൻസുകളുണ്ട്, 3 ചാൻസുകളുണ്ട്. ഇനി അടുത്ത കാർഡ് എടുക്കുമ്പോൾ എനിക്ക് എത്ര ചാൻസ് ഉള്ളൂ, 2 ചാൻസ് ഉള്ളൂ. കാരണം ഓൾറെഡി ഒരു കാർഡ് എടുത്തു, ബാക്കി എത്ര കാർഡ് ഉണ്ട്, 2. ഈ 2ൽ ഏതെങ്കിലും ഒന്നല്ലേ പിന്നെ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്റെ ചാൻസ് എന്താണ്, 2. ഇനി ലാസ്റ്റ് അതിൽ എത്ര ഒരു കാർഡ് ഉണ്ട്, അത് ചാൻസ് ഉണ്ടോ, എനിക്കില്ല. ആ ഒരു കാർഡ് തന്നെ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ അങ്ങനെ 1 എന്ന് കൊടുത്തു. ഇതിവിടെ നമ്മൾ ടോട്ടൽ ഇത് കണ്ടുപിടിക്കാൻ 3 × 2 × 1 എത്രയാണ്, 6. ടോട്ടലായിട്ട് ഇവിടെ നമ്പേഴ്സ് നമ്മൾ അറേഞ്ച് ചെയ്ത് എത്ര കോമ്പിനേഷൻസ് കിട്ടും, നമുക്ക് 6 കോമ്പിനേഷൻസ് കിട്ടും. ഇനി നോക്കുക, ഇത് 800-നെക്കാട്ടും കുറവാന്ന് പറഞ്ഞു, ലെസ് ദാൻ 800. അങ്ങനെയാണെങ്കിൽ ഞാൻ കാർഡ് എടുക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആദ്യത്തെ കാർഡ് ഏതായിരിക്കണം, ലെസ് ദാൻ 800 വരണമെങ്കിൽ 3, 8, 9 ഉണ്ട്. 3, 8 എടുത്താൽ ഉറപ്പാണ് 8ൽ തുടങ്ങുന്ന നമ്പർ 800-നെക്കാട്ടും മേലെയാണ് 9ൽ തുടങ്ങുന്നത്. അപ്പൊ എനിക്ക് ആദ്യത്തെ ഏത് കാർഡ് എടുക്കാനേ പറ്റുള്ളൂ, കാർഡ് 3 എന്ന് പറഞ്ഞ കാർഡ് എടുക്കാൻ പറ്റുള്ളൂ. 3 ഒറ്റ ചാൻസ് ഉള്ളൂ. എനിക്ക് ആദ്യത്തെ കാർഡ് ഏത് തന്നെ എടുക്കണം, 3 എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്റെ ഫസ്റ്റ് ഇതിലുള്ള ചാൻസ് എത്രയാണ്, 1. ഇനി ഒരു കാർഡ് എടുത്തു, ഇനിയിപ്പോ അതിൽ എത്ര കാർഡ് ഉണ്ട്, 2 ഉണ്ട്. ഇനി ആ 2ൽ ഏത് വേണം എനിക്ക് എടുത്തുകൂടെ. അപ്പൊ എന്റെ ചാൻസ് എത്രയാണ്, 2. ഇനി ഒന്നും കൂടെ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 1 ഉള്ളൂ. അപ്പൊ ഇവിടെ എന്ത് വരും, 1 × 2 × 1 എത്ര കിട്ടും, 2 എന്ന് കിട്ടും. അപ്പോ 800-നെക്കാട്ടും ഉള്ള എത്ര ചാൻസ് ഉണ്ട്, 2 എണ്ണം. ടോട്ടൽ എത്രയാണ്, 6. അപ്പൊ ഉത്തരം എന്താ വരിക, 2/6. എത്രയാണ്, 2/6. 2/6 പകരം നമുക്ക് ഇവിടെ വന്നത് പകുതിയായിട്ടുള്ള 1/3. അപ്പൊ ഏതാണ്, ഓപ്ഷൻ എ ആണ് ഉത്തരം വരിക. എത്രയാണ്, 1/3. മനസ്സിലായില്ലേ, നമ്മൾ എത്ര ചാൻസ് ആണ് എടുക്കുന്നത്. നമുക്ക് കംപ്ലീറ്റ് ഇപ്പൊ നമ്മൾ ഒരു 3 കാർഡ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് കണ്ടീഷൻ ഒന്നും വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് 3ൽ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പൊ നമ്മളെ ചാൻസ് എത്രയാണ്, 3 ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ 3 എണ്ണത്തിൽ നിന്നാണ് നമ്മൾ 1 തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ഒരു കാർഡ് എടുത്ത ശേഷം പിന്നെ എത്രയെന്നാ തിരഞ്ഞെടുക്കുന്നത്, 2 എണ്ണത്തിൽ നിന്നാണ്. പിന്നെ 1 എടുത്തു കഴിഞ്ഞാൽ ബാക്കി 1 ഉള്ളൂ. അപ്പൊ ഇത് 1 എന്ന് പറഞ്ഞു. അപ്പൊ 3 കൂടെ മുൻ ചെയ്തപ്പോ 6 കിട്ടി. ഇനി രണ്ടാമത്തെ കണ്ടീഷനിൽ 3, 8, 9 800-നെക്കാട്ടും കുറഞ്ഞ നമ്പർ വരണമെങ്കിൽ ആദ്യത്തെ നമ്പർ എന്തായാലും 3 ആയിരിക്കണം. നമുക്കത് ചോയ്സ് ഉണ്ടോ, ഇല്ല. ആകെ ഒറ്റ ചോയ്സേ ഉള്ളൂ ആദ്യത്തെ കാർഡിന് വേണ്ടിയിട്ട്. അപ്പൊ അത് എന്ത് കൊടുത്തു, 1 കൊടുത്തു. ഇനി ആ ഒരു കാർഡ് പോയി കഴിഞ്ഞാൽ ബാക്കി 2 കാർഡിൽ ഏതെങ്കിലും ഒന്നാവാം. അപ്പൊ ഞാൻ 2 കൊടുത്തു, ലാസ്റ്റ് വന്ന ഒരു കാർഡ്. അപ്പൊ എനിക്ക് എന്തൊരു 2 കിട്ടി. ലാസ്റ്റ് ചെയ്തപ്പോ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്ത് നോക്കുക, പോയിന്റ് മാർക്ക്. ഇതിൽ മാർക്ക് ചെയ്തിട്ട് ഇതിൽ ഓരോ പോയിന്റിൽ നമ്മൾ ഈ ഷെയ്ഡഡ് പോർഷനിൽ ആക്കാനുള്ള ചാൻസ് ആണ് നോക്കുന്നത്. നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു സർക്കിൾ ആർക്ക് കണ്ടു കഴിഞ്ഞാൽ ആംഗിൾ എത്ര, ഏരിയന്റെ റേഷ്യോ ആണ്. ഏരിയന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്ര ആംഗിൾ കവർ അപ്പ് ചെയ്തത്. ഇവിടെ നോക്കുക, ടോട്ടൽ ആംഗിൾ എത്രയാണ്, 360. അല്ല എത്ര ഭാഗമാണ് ഇത് വരുന്നത്, 60 വരുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ വന്നാൽ എത്ര വരിക, 60/360 എന്ന് പറഞ്ഞാൽ 1/6. അതേപോലെ തന്നെ ഇവിടെ എത്രയാണ്, 60. ഇവിടെ ഷെയ്ഡഡിന്റെ ഏരിയ കൂടി, അതേപോലെ തന്നെ അല്ലാത്ത ഏരിയ കൂടി. അപ്പൊ ടോട്ടൽ എത്രയാ, 360 തന്നെ. അപ്പൊ എന്ത് വരും, 60/360. ഇവിടെ എത്ര തന്നെയാ, 1/6. ചോദ്യത്തിൽ തന്നിട്ടുള്ള, അപ്പൊ രണ്ടിന്റെയും പ്രോബബിലിറ്റി സെയിം ആണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി. നമ്മളോട് ചോദ്യത്തിൽ തന്നിട്ടുള്ളത്, ഇഫ് ദ പ്രോബബിലിറ്റി വിത്തിൻ ദ ഷെയ്ഡഡ് പോർഷൻ ഓഫ് ഫസ്റ്റ് സർക്കിളിൽ പി ആണെങ്കിൽ രണ്ടാമത്തത് ക്യൂ ആണെങ്കിൽ പിയും ക്യൂ ഉള്ള ബന്ധം എന്താണ്, സെയിം ആണ്. അപ്പൊ എന്താണ് ഉത്തരം വരിക, P = Q എന്ന് പറഞ്ഞിട്ടാണ് വരിക. എന്താണ്, P = Q എന്ന് പറഞ്ഞിട്ടാണ് വരിക. ഇനി അടുത്ത ഇതേപോലെ തന്നെ ഒരു ചോദ്യം, ഷെയ്ഡഡ് പോർഷന്റെ. ഇവിടെ നോക്കുക, ഇവിടെ സർക്കിൾ അല്ല, ഇവിടെ ട്രയാങ്കിൾ ആണ് എടുത്തിട്ടുള്ളത്. എന്താണ്, ട്രയാങ്കിൾ.
ഇവിടെ നമ്മൾ ട്രയാങ്കിളിന്റെ ഏരിയയിൽ മാർക്ക് ചെയ്യാനുള്ള ചാൻസ് നമ്മൾ ഏരിയ വെച്ചിട്ട് തന്നെ ട്രയാങ്കിളിന്റെ ഏരിയ ഡിവൈഡ് ബൈ സർക്കിളിന്റെ ഏരിയ. ഇവിടെ ഓൾറെഡി 6 തന്നിട്ടുണ്ട്. ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രയാങ്കിളിന്റെ ഏരിയ ഈക്വൽ ടു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് BH. ഇതിൽ ബേസും ഹൈറ്റും എന്ത് തന്നെയാ? 2 ആയിട്ട് തന്നെ, കാരണം ഇത് റേഡിയസ് ആണല്ലോ വരുന്നത്. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ എന്തുണ്ടാവും? 2 ഉണ്ടാവും. അപ്പൊ ഇത് എന്ത് വരും? ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 2. അപ്പൊ എന്ത് കിട്ടും? 2 കിട്ടും. ഇനി അടുത്ത ഏരിയ ഓഫ് സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ πr² ആണ്. π ഇൻറ്റു r എത്രയാണ്? 2. അപ്പൊ 2² എന്ന് എഴുതുക. അപ്പൊ 4π ഇതാണ് വരിക. അപ്പൊ ഇതിന്റെ റേഷ്യോ ഇൻസൈഡ് ദ ട്രയാങ്കിൾ ആണ്. ഈ റേഷ്യോ എന്താ വരിക? 2 ഡിവൈഡഡ് ബൈ 4π എന്ന് പറഞ്ഞാൽ 1/2π. എത്രയാണ് ഉത്തരം കിട്ടുക? 1/2π എന്ന് ഉത്തരം കിട്ടും. ഇനി അടുത്ത വാട്ട്സ് ഷെയ്ഡഡ് സെഗ്മെന്റ് ഇല്ലേ? ഏതിന്റെ? സർക്കിളിലെ ഈ ഷെയ്ഡഡ് സെഗ്മെന്റിൽ വരാനുള്ള ചാൻസ് ആണ്. അതിന് വഴിയുണ്ട്. നമുക്ക് ഇത് കണ്ടുപിടിച്ച് ടോട്ടൽ ഏരിയ കണ്ടുപിടിച്ചിട്ട് ഈ ട്രയാങ്കിൾ അങ്ങ് കുറച്ചാൽ ഇത് കിട്ടുമല്ലോ. ഈ ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാൻ എളുപ്പം. ഇവിടെ 90 ആണ്. ടോട്ടൽ എത്രയാണ്? 360 ആണ്. അതിന്റെ എത്ര ഭാഗമുള്ളൂ? 90 ഉള്ളൂ. 4ൽ 1 ഉള്ളൂ. അപ്പൊ അതേപോലെ തന്നെ നോക്കുക. ആദ്യം ഈ മൊത്തം ഈ ഒരു ഭാഗത്തിന്റെ മൊത്തം എങ്ങനെ കണ്ടുപിടിക്കുക? π ഇൻറ്റു 2². πr² മൊത്തം അതിന്റെ ഈ ആംഗിൾ എത്രയാണ്? 90. അപ്പൊ 90/360. ഇതെത്രയാണ് വരിക? 4. അപ്പൊ π ഇൻറ്റു 4/4 വരും. അപ്പൊ എന്ത് കിട്ടും? π എന്ന് കിട്ടും. അപ്പൊ ഈ ടോട്ടൽ ഏരിയ π ആണ്. എന്നാൽ ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാണ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്? 2 ആണ് കണ്ടുപിടിച്ചത്. അപ്പൊ ഇനി ഈ ഷെയ്ഡഡ് പോർഷന്റെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ കിട്ടിയിരിക്കുന്ന പൈയിൽ നിന്ന് π - 2 ഡിവൈഡഡ് ബൈ ഇനി എന്ത് ചെയ്യുക? ടോട്ടൽ വോളിയം ആയിട്ടുള്ള 4π. അപ്പൊ ഉത്തരം എന്താ വരിക? ഉത്തരം എന്താ കിട്ടുക? π - 2/4π. ഉത്തരം എന്താണ്? π - 2/4π എന്ന് വരും. മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 3 digit number is chosen and divided by 4. What is the probability that remainder is 3? If a 3 digit number, ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത 3 digit നമ്പർ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഫസ്റ്റ് 3 digit നമ്പർ എന്ന് പറഞ്ഞാൽ 100 ആണ്. 100നെ നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടില്ല? 3 കിട്ടില്ല. കാരണം 100നെ നമുക്ക് 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 100നെ 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ 25 കിട്ടും. അപ്പൊ റിമൈൻഡർ ഇല്ല. അപ്പൊ നമ്മളെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 103 ആയിരിക്കും. കാരണം 103നെ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര കിട്ടും? 3 കിട്ടും. ഇനി അവസാനത്തെ ടേം നമുക്കറിയാം 999 999നെ ഞാൻ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 4 വെച്ച് ഡിവൈഡ് ചെയ്യുന്നത് ഏത് വെച്ചിട്ടായിരുന്നു? 4 വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ നോക്കുക. 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ 2, 8, 1, 9. ഇനി എത്ര വരും? 4, 16, 3, 9. വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ 9 ഇൻറ്റു 4 എത്ര വരും? 36. ബാക്കി റിമൈൻഡർ 3 കിട്ടും. അപ്പൊ ഇവിടെ നോക്കുക എത്രയാണ് നമ്പർ വന്നിട്ടുള്ളത്? ഈ 999നെ ഞാൻ ഡിവൈഡ് ബൈ 4 ചെയ്ത സമയത്ത് എനിക്ക് എത്രയാണ് റിമൈൻഡർ വന്നിട്ടുള്ളത്? ഇവിടെ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഞാൻ 2 വെച്ച് ചെയ്തു. അപ്പൊ എത്ര കിട്ടും? 8 കിട്ടും. 1 വന്നു, 9 ഇറക്കി എഴുതി. ഇനി 4 ഇൻറ്റു 4 16, ബാക്കി 3, 9. 9 ഇൻറ്റു 4 36, ബാക്കി 3. അപ്പൊ എനിക്ക് എത്രയാണ് റിമൈൻഡർ വരുന്നത്? 3 വന്നിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് നമ്പർ ഏതാണ് ഈ സീക്വൻസിലെ? ഈ സീക്വൻസിൽ ലാസ്റ്റ് നമ്പർ 999. ഇതിന്റെ കോമൺ ഡിഫറൻസ് നമുക്കറിയാം. 4 വെച്ച് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? 4 ആയിരിക്കും. അപ്പൊ കോമൺ ഡിഫറൻസ് 4 ഫസ്റ്റ് ടേമും തന്നിട്ടുണ്ട്, ലാസ്റ്റ് ടേമും തന്നിട്ടുണ്ട്. ഇനി എത്ര ടേം ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. എത്ര ടേം ഉണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? കണ്ടുപിടിക്കാൻ n is equal to ലാസ്റ്റ് ടേം 999 minus 103 divided by കോമൺ ഡിഫറൻസ് എത്രയാണ്? 4 plus 1. ഇപ്പൊ നമ്മള് കാൽക്കുലേറ്ററിൽ നമ്മൾ കുറച്ച് സ്പീഡിൽ ചെയ്യാണ്. ടൈം കുറച്ച് എക്സീഡ് ആയതുകൊണ്ടാണ്. അപ്പൊ നോക്കുക 999 minus 103 divided by 4 plus 1. ടോട്ടൽ എത്ര കിട്ടും? 225. എത്ര കിട്ടും? 225. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ഏത് ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര ടേംസ് ഉണ്ട് ടോട്ടലി? 225 ഉണ്ട്. എന്നാ ഈ പറഞ്ഞ 3 ഡിജിറ്റ് നമ്പേഴ്സിന് മൊത്തം നോക്കുകയാണെങ്കിൽ 3 ഡിജിറ്റ് നമ്പേഴ്സ് 100ൽ നിന്ന് തുടങ്ങിയിട്ട് 999 വരെയാണുള്ളത്.
അപ്പൊ എത്ര വരും? 900 ടേംസ് ആ വരിക. എത്രയാണ്? 900 ടേംസ്. അപ്പോ നമ്മളെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 225/900 അല്ലേ? ഒന്നും കൂടെ നോക്കുക. 1000ഉം 1 to 999 എന്ന് പറഞ്ഞാൽ എത്ര ടേംസ്? 999 ഉണ്ടാവും. അതിൽ നിന്ന് ആദ്യത്തെ 99 ടേംസ് ക്യാൻസൽ ചെയ്ത് അപ്പോ ബാക്കി നെറ്റായിട്ട് എത്രയാണ് വരുന്നത്? 900 ടേംസ് ആണ് വരുന്നത്. എത്രയെന്ന്? 225 ടേംസിന്റെ പ്രത്യേകത എന്താണ്? 4 വെച്ച് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ 3 കിട്ടും. ടോട്ടൽ എത്രയാണ്? 900. അപ്പൊ ചെയ്തപ്പോ 225/900 കിട്ടി. ഇനി വേണമെങ്കിൽ ചെറുതാക്കിയിട്ട് എഴുതാം. ഇനി 2 ഡൈസ് മാർക്ക്ഡ് വിത്ത് നമ്പേഴ്സ് 1 to 6 റോൾ ചെയ്തു. 1 മുതൽ 6 വരെയുള്ളത് മാർക്ക് ചെയ്ത് റോൾ ചെയ്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് ബോത്ത് ഓട് വരാനുള്ള ചാൻസ്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത സെയിം കൺസെപ്റ്റിൽ വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ 2 ഡൈസ് റോൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ടോട്ടൽ പ്രോബിലിറ്റി കണ്ടുപിടിക്കുക. ടോട്ടൽ പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഡൈ ഇട്ട് അതിൽ എന്തൊക്കെ വരാൻ ചാൻസ് ഉണ്ട്? മൊത്തം ഈ കണ്ടീഷൻ ഒന്നും ഇല്ലാതെ മൊത്തം എത്ര വരാൻ ചാൻസ് ഉണ്ട്? 1 മുതൽ 6 വരെ ഏത് വേണമെങ്കിൽ വരാം. രണ്ടാമത്തേലും അതേപോലെ വരാം. അപ്പൊ എനിക്ക് ടോട്ടൽ എത്ര കിട്ടും? 6 × 6 എത്ര കിട്ടും? 36. അപ്പൊ ടോട്ടൽ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഇത് എത്ര കിട്ടും? 36 കിട്ടും. ഇനി രണ്ടും ഓടായി കഴിഞ്ഞാൽ, രണ്ടും ഓടാന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഡൈ ഓടാവുന്ന ചാൻസ് ഏതൊക്കെയാ? 1, 3, 5. എത്ര ഉണ്ട്? 3 എണ്ണം ഉണ്ട്. രണ്ടാമത്തെ ഓടാവുന്ന അതേപോലെ തന്നെ. അപ്പൊ 3 × 3 എത്ര വരും? 3 × 3 9 വരും. അപ്പൊ ഫസ്റ്റ് ഉത്തരം എന്ത് വരും? 9/36. എത്ര വരും? 9/36. ഇനി ഹാവ് ആൻ ഓഡ് നമ്പർ ആ സം ഓഡ് നമ്പർ വരണം. സം ഓഡ് നമ്പർ വരണമെങ്കിൽ ഓടും കൂടെ കൂട്ടിയാൽ ഈവനാണ് സം വരിക. ഇനി ഈവനും കൂട്ടിയാൽ എന്തായിരിക്കും? ഈവനാണ് സം വരിക. ഓടും ഈവനും കൂടെ കൂട്ടിയാലാണ് എന്ത് വരിക? നമുക്ക് സം എത്ര വരിക? ഈ പറഞ്ഞ ഓഡ് നമ്പർ വരില്ല. ഓടും അതേപോലെ തന്നെ ഈവനും കൂടെ കൂട്ടണം. അപ്പൊ എനിക്ക് ആദ്യത്തത് ഓഡ് കിട്ടാം, രണ്ടാമത്തത് എന്ത് ചെയ്യാം? ഈവൻ കിട്ടാം. ഇനി അങ്ങനെ ചെയ്താൽ എത്രയായിരിക്കും? ആദ്യത്തത് ഓട് കിട്ടണം. ആദ്യത്തത് ഓട് കിട്ടാനായി എത്ര ആയിരിക്കും? ഇപ്പൊ ആദ്യത്തത് ഓടാണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്നാൽ ആദ്യത്തത് ഓടും രണ്ടാമത്തത് എന്താണ്? ഈവൻ. ആദ്യത്തെ ഓട് എന്ന് പറഞ്ഞാല് 3, രണ്ടാമത്തെ ഈവൻ എന്ന് പറഞ്ഞാൽ അതും 3 ആണ്. അപ്പൊ എന്ത് വരും? 3 × 3 എത്ര കിട്ടും? 9 കിട്ടും. അപ്പൊ 9/36. 9/36. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റത്തെ ഓടും രണ്ടാമത്തെ ഈവനും. ഇനി എനിക്ക് തിരിച്ച് പറഞ്ഞൂടെ? രണ്ടാമത്തത് അല്ലെ ആദ്യത്തെ ഈവനും രണ്ടാമത്തത് ഓടും അതും ഇതേപോലെ തന്നെ 3 എന്താ വരിക? 3 × 3 = 9. അതും എത്ര തന്നെ? 9/36. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടി എനിക്ക് ടോട്ടൽ എത്ര വരും? രണ്ടാമത്തെ ഉത്തരം വരിക എത്ര വരിക? 18/36 കിട്ടും. എത്രയാണ് ടോട്ടൽ വരിക? 18/36 കിട്ടും. ഇനി അടുത്ത ഹാവ് ആൻ ഓഡ് നമ്പർ ആസ് പ്രൊഡക്റ്റ് ഓഡ് നമ്പർ വരണം. പ്രൊഡക്റ്റ് ഓഡ് നമ്പർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഈവൻ വരാതിരിക്കണം. കാരണം ഓഡ് × ഓഡ് ചെയ്താൽ ഓഡ് നമ്പർ കിട്ടും. ഓഡ് × ഓഡ് ചെയ്താൽ ഓഡ് നമ്പർ കിട്ടും. ഇനി 1 ഈവൻ ആയാലോ 2 ഈവൻ ആയാലോ ഇത് നടക്കൂല. അപ്പൊ എങ്ങനെ വരണം? ആദ്യത്തത് ഏതായിരിക്കണം? ഇപ്പൊ ഒന്നെങ്കിലും എപ്പോഴും എന്ത് വരണം? ഓട് വരണം. മറ്റേത് ഏതും ആയാലും കുഴപ്പമില്ല. ആണോ? അല്ല. രണ്ടും എന്തായിരിക്കണം? ഓടായിരിക്കണം. രണ്ടും ഓടാണെങ്കിൽ മാത്രമേ നമുക്ക് പ്രൊഡക്റ്റ് ഏതിലേക്ക് വരുള്ളൂ? ഓടാവുള്ളൂ. അപ്പൊ രണ്ടും ഓടായത് നമ്മൾ ഓൾറെഡി പ്രൊഡക്റ്റിന്റെ നമ്മൾ കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു. എത്ര വരുന്നത്? 9/36. എത്രയാണ്? 9/36. കാരണം രണ്ടും ഓടാണെങ്കിലേ പ്രൊഡക്റ്റ് എന്ത് വരുള്ളൂ? ഓട് വരുള്ളൂ. കാരണം 1 ഈവനോ 2 ഈവൻ ആയാലും പ്രൊഡക്റ്റ് എന്തായി പോകും? ഈവൻ ആയി പോകും. അപ്പൊ രണ്ടും എന്തായിരിക്കണം? ഓടായിരിക്കണം. രണ്ടും ഓടായതിന്റെ പ്രോബിലിറ്റി 9 ഇത് തന്നെ. അപ്പൊ ഇത് തന്നെ അത് തന്നെ ഇതിൽ വരിക 9/36 എന്ന് പറഞ്ഞിട്ട് വരിക. ഇനി അതേപോലെ തന്നെ അടുത്ത ഇതിലെ നമുക്ക് ലാസ്റ്റ് ചോദ്യം. ബാക്കി ഇനിയിപ്പോ അങ്ങോട്ടേക്കുള്ളത് പ്രോബിലിറ്റി കഴിഞ്ഞ് ഇനി സർക്കിൾസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരയ്ക്കുന്നതും ആ തിയറി ഒക്കെയാണ്. അപ്പൊ നമ്മൾ ഈ വീഡിയോ ഈ ബാക്കി പൈരത്തമെറ്റിക് സീക്വൻസ് പറഞ്ഞു, സെക്കൻഡ് ഡിഗ്രി പറഞ്ഞു, പ്രോബിലിറ്റി പറഞ്ഞു. അപ്പൊ ഇനി ഉള്ള സർക്കിൾസിന്റെ വരുന്നത് ബാക്കിയൊക്കെ നമ്മൾ ഇതിവിടെ പറഞ്ഞ് ക്ലിയർ ആക്കുന്നുണ്ട്. there are 20 ബോയ്സ്. അപ്പൊ ഇവിടെ നോക്കുക, 20 ബോയ്സ് ഉണ്ട്, 15 ഗേൾസ് ഉണ്ട് എ ക്ലാസ്സിൽ. അതേപോലെ തന്നെ 15ഉം 20 ഇവിടെ ഉണ്ട് ബി ക്ലാസ്സിൽ. നമുക്ക് ടോട്ടൽ എത്രയാണ് പ്രോബിലിറ്റി ഇതെന്ന് നമ്മൾ ചൂസ് ചെയ്യണം. ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് മൊത്തം എത്ര പേരുണ്ട്? കുട്ടികളെ എണ്ണം മൊത്തം എത്ര ഉണ്ട്? ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് 35 കുട്ടികളുണ്ട്. രണ്ടാമത്തെ ക്ലാസ്സിൽ എത്ര ഉണ്ട്? 35 കുട്ടികളുണ്ട്. അപ്പൊ ടോട്ടൽ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 35 × 35. എനിക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് ആൺകുട്ടിയോ പെൺകുട്ടിയോ ഒന്നും നോക്കിയാൽ എത്ര ചാൻസ് ഉണ്ട്? 35 പേരുണ്ട്. രണ്ടാമത്തെ ക്ലാസ്സിൽ എത്ര? 35. ബോത്ത് ആർ ഗേൾസ്. അപ്പൊ രണ്ടും ഗേൾസ് ആണ്. അപ്പൊ ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് ഗേൾസിന്റെ എണ്ണം എത്രയാണ്? 15. അപ്പൊ 15 × രണ്ടാമത്തെ ക്ലാസ്സിലെ ഗേൾസ് 20 ഡിവൈഡഡ് ബൈ 35 × 35. അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം. 35 × 35 ചെയ്യുമ്പോൾ 1000
225 കിട്ടും. ഇനി 15 × 20 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം എത്രയാണ്, 300 അല്ലട വരിക. 15 × 2 30, 300. അപ്പോ ഇതിനെ ഡിവൈഡഡ് ബൈ, ഇപ്പൊ 300/1225. ഇനി രണ്ടാമത്തെ, 1 ഈസ് എ ഗേൾ ആൻഡ് അതർ ഈസ് എ ബോയ്. ഒന്ന് ഗേൾ ആയിരിക്കണം, മറ്റേത് ഏതായിരിക്കണം, ബോയ് ആയിരിക്കണം. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 2 എണ്ണം എടുത്തു. ആദ്യത്തെ ക്ലാസ്സിൽ നിന്നും ബോയിനെ വേണം, രണ്ടാമത്തെ. അപ്പൊ ഞാൻ ചോയ്സ് എടുക്കുമ്പോൾ 2 സെക്ഷൻ ആയിട്ട് വരും. ഇപ്പൊ ആദ്യത്തെ ക്ലാസ്, ഇത് ഫസ്റ്റ് എ ക്ലാസ്, ഇത് ബി ക്ലാസ്. എനിക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ എ ക്ലാസ് നിന്നും എനിക്ക് ബോയ്സിന് എടുക്കാം, ബി ക്ലാസ് നിന്നും എനിക്ക് ബോയ്സിന് എടുക്കാം. അപ്പൊ അങ്ങനെയല്ല. ഇതിപ്പോ നോക്കുന്ന സമയത്ത് 2 ചോയ്സ് വരുന്നുണ്ട്. ആദ്യത്തെ ചോയ്സിൽ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് എന്തെടുത്തു, ഗേളിന് എടുത്തു. ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് ഗേൾ എടുത്താൽ എന്ത് വരും, 15 വരും. ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന്, അപ്പുറത്തെ ക്ലാസ്സിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, ഓരോന്നിനെ ഒരു ക്ലാസ്സിൽ നിന്ന് 1 എടുത്തു, മറ്റേ ക്ലാസ്സിൽ നിന്ന് 1 അല്ലേ എടുത്തത്. അപ്പൊ ഈ ക്ലാസ്സിൽ നിന്ന്, എ ക്ലാസ്സിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, ഒരു ഗേളിനെ എടുത്തു. ബി ക്ലാസ്സിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, ഒരു ബോയിനെ എടുത്തു. ബോയിന്റെ ഇവിടെ 15. ഇനി തിരിച്ചെടുത്തു. ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് ഞാൻ എന്തെടുത്തു, ഒരു ബോയിനെ എടുത്തു. രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്ന് എന്തെടുത്തു, ഒരു ഗേളിനെ എടുത്തു. മനസ്സിലായോ? ഇവിടെ നോക്കുക, ആദ്യത്തെ ചോയ്സിൽ ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടീനെ എന്തായാലും എടുക്കണം. അപ്പൊ അത് ഗേളോ ബോയോ. ഇപ്പൊ ഞാൻ ആദ്യം ഈ ക്ലാസ്സിന്, എ ക്ലാസ് നിന്ന് ഒരു ഗേളിനെ എടുത്തു. ഒരു ഗേളിനെ എടുക്കും. അപ്പുറത്തെ ക്ലാസ്സിൽ നിന്ന് എടുക്കണം, ഒരു ബോയിനെ എടുക്കണം. എ ക്ലാസ്സിൽ ഗേൾസിന്റെ എണ്ണം ടോട്ടൽ എത്രയാണ്, 15. ഇനി അപ്പുറത്ത് ബോയ്സിന്റെ എണ്ണം ടോട്ടൽ എത്രയാണ്, 15. അപ്പൊ 15 × 15 എന്ന് വന്നു. ഇനി ഈ ക്ലാസ്സിൽ ഓൾറെഡി ഞാൻ ഒരു സെക്ഷനിൽ ഗേൾസിന് എടുത്തു നോക്കി. ഇനി അടുത്ത ഞാൻ ഈ ക്ലാസ്സിൽ നിന്ന് ബോയ്സിന് എടുത്തു. എ ക്ലാസ്സിൽ നിന്ന് ബോയ്സിന് എടുക്കുമ്പോൾ എത്ര, 20 വരും. ഇനി ഇവിടെ ബോയ്സ് എടുത്തേ കൊണ്ട് അപ്പുറത്ത് ഗേൾസ് എടുക്കണം. അപ്പുറത്ത് എത്ര വരിക, 20 വരും. അപ്പൊ എത്ര ഉത്തരം വരിക, ഇവിടെ നോക്കുക, 15 × 15 ടോട്ടൽ 1225 പ്ലസ് 20 × 20/1225. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോബിലിറ്റി കിട്ടും. അടുത്തത് അറ്റ്ലീസ്റ്റ് 1 ബോയ്. അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ രണ്ടും ഗേൾ ആവാതിരുന്നാൽ, രണ്ടും വേണമെങ്കിൽ ബോയ് ആവാം. ഒരു ബോയ് ഉണ്ട് ഇപ്പുറത്ത്, ഒരു ബോയ് അപ്പുറത്ത്. അപ്പൊ രണ്ടും ഗേൾ ആവുന്നത് കുറച്ചാ പോരെ. ടോട്ടൽ ഇതെന്ന് ടോട്ടലായിട്ടുള്ള 1225 രണ്ടും ഗേൾ ആയിട്ടുള്ള, രണ്ടും ഗേൾ എന്ന് പറയുമ്പോൾ എത്രയാണ്, 15 × 15 അല്ലെ, 15 × 20. അപ്പൊ അത് കുറയ്ക്കുക, 15 × 20 രണ്ടും ഗേൾ ആയിട്ടുള്ളത്. അപ്പൊ ഇത് രണ്ടും ഇത് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, എനിക്ക് എന്താ കിട്ടുക, അറ്റ്ലീസ്റ്റ് 1 ബോയ് കിട്ടും. അപ്പൊ ഇത്രയും പറഞ്ഞ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 1 അവറിന്റെ ക്ലാസ് ആണ്. അപ്പോ നമുക്ക് ടൈം ഇത്രയും സ്പീഡിൽ ഇത് വേഗം പറഞ്ഞത്, നിങ്ങൾ ഓൾറെഡി ക്ലാസ്സിന് വന്ന ആൾക്കാർ ജസ്റ്റ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ കേൾക്കുക. ഇനി വരാത്ത ആൾക്കാർ ഒരു വട്ടം കണ്ടിട്ട് അത് ക്ലിയർ ആവുന്നില്ല, ഒന്നും കൂടെ കാണുക. അതിന് വേണ്ടിയിട്ടാണ് വീഡിയോ ഇതാക്കിയിട്ടിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഒപ്പം ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് മൊത്തം നമുക്ക് ഏതാണ്, സർക്കിൾസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ ആംഗിൾസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പൊ അത് ആകെ 6 ചോദ്യം 7 ചോദ്യം വരുന്നുള്ളൂ സർക്കിൾസിന്റെ. അതിൽ വരയ്ക്കാനുള്ളതും ആംഗിൾസ് മാർക്ക് ചെയ്യാൻ ഓൾറെഡി 1 അവർ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ക്ലാസ് നിർത്തുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യുക.